ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും 4ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠമായ എറൗണ്ട് അസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് എന്ന പാഠഭാഗത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പാഠം എന്തിനെ പറ്റിയുള്ളതാണെന്ന് പഠിക്കാം. അനു ഈസ് ടാലൻറ്റഡ് ഇൻ ഡ്രോയിങ്. അനു എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അവൾ നല്ല ടാലൻറ്റഡ് ആണ്. എന്തിൽ? ഡ്രോയിങ്ങിൽ. നളിൻ ഈസ് റിക്വസ്റ്റിംഗ് ഹർ ടു ഡ്രോ പിക്ചർ ഓഫ് ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ്. നളിൻ അവളോട് പറഞ്ഞു, നീ പല ഒബ്ജക്റ്റുകളുടെയും ചിത്രം ഒന്ന് വരക്കുമെന്ന് ചോദിച്ചു. എന്നിട്ട് ആ ഒബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു. അനു, പ്ലീസ് ഡ്രോ ദ പിക്ചർ ഓഫ് സ്റ്റോൺസ്, ചോക്ലേറ്റ്, കോക്കനട്ട് ഓയിൽ, ഹണി, ചെയർ ആൻഡ് വാട്ടർ. ഈ പറഞ്ഞ എല്ലാ വസ്തുക്കളും നീ ഒന്ന് വരച്ച് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അനു എന്ത് പറഞ്ഞു? വരക്കാമെന്ന് പറഞ്ഞു. യു ക്യാൻ ആൾസോ ട്രൈ ടു ഡ്രോ പിക്ചർ ഓഫ് ദി ഒബ്ജക്റ്റ് മെൻഷൻഡ് ബൈ നളിൻ. ഇപ്പം നിങ്ങളെന്ത് ചെയ്യുക? ഇതുപോലെ നളിന് അനുവിനോട് വരക്കാൻ റിക്വസ്റ്റ് ചെയ്ത സാധനങ്ങൾ നിങ്ങൾ നിങ്ങളെ പുസ്തകത്തിൽ വരച്ച് നോക്കുക. എമംഗ് ദം നെയിം ദ ഒബ്ജക്റ്റ് ദാറ്റ് യു വർ ഏബിൾ ടു ഡ്രോ കറക്റ്റ്ലി. ഈ മുകളിൽ പറഞ്ഞ ചോക്ലേറ്റ്, സ്റ്റോണ്, കോക്കനട്ട് ഓയിൽ, ഹണി, ചെയർ, വാട്ടർ, ഇതിൽ നിങ്ങൾക്ക് വരക്കാൻ പറ്റുന്നതുകൊണ്ട് വരക്കാൻ പറ്റാത്തതുണ്ടാവും. ഇതിൽ ഏതൊക്കെ ഒബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് വരക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ ഒബ്ജക്റ്റുകളുടെ പേരുകൾ നിങ്ങളിവിടെ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. സ്റ്റോൺ നമുക്ക് വരക്കാൻ പറ്റും, ചോക്ലേറ്റ്, ഇനി ചെയർ. ഇതാണ് തന്ന ഒബ്ജക്റ്റുകൾ നമുക്ക് വരക്കാൻ പറ്റുന്ന ഒബ്ജക്ട്സ്. ഇനി വരയ്ക്കാൻ പറ്റാത്തത് ഏതൊക്കെയാണെന്ന് നോക്കൂ. അത് നമുക്ക് അടുത്ത പേജിൽ ഫിൽ ചെയ്യാം. നെയിം ദ ഒബ്ജക്റ്റ് യു ആർ അണേബിൾ ടു ഡ്രോ. അതുപോലെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റാത്തതുണ്ട് ഇതിൽ. അതേതൊക്കെയാണ്? കോക്കനട്ട് ഓയിൽ, ഹണി, വാട്ടർ. ഈ കോക്കനട്ട് ഓയിലും ഹണിയും വാട്ടറും ഒന്നും നമുക്ക് കൃത്യമായിട്ടൊരു ഷേപ്പൊന്നും വെച്ച് വരക്കാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്നത് ഏത് പാത്രത്തിലാണെന്ന് വെച്ചാൽ ആ പാത്രത്തിൽ ഫില്ല് ചെയ്യുന്ന ചിത്രമേ നമുക്ക് വരക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അതിന് ഫിക്സഡ് ആയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഷേപ്പ് ഇല്ല. അതുകൊണ്ടാണ് നമുക്കത് വരയ്ക്കാൻ പറ്റാത്തത്. Why were you able to draw the object in the first set? ഫസ്റ്റ് സെറ്റിലെ ഒബ്ജക്റ്റുകൾ നിങ്ങൾക്ക് വരക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ആ ഒബ്ജക്റ്റുകൾ ഹാർഡ് ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. There are different types of object around us. നമ്മുടെ ചുറ്റുപാടും വ്യത്യസ്ത തരം ഒബ്ജക്റ്റുകളുണ്ട്. Do all them appear to be of the same shape? No. ഒരിക്കലും അല്ല. എല്ലാം ഒരേ ഷേപ്പിലാണോ കാണുന്നത്? അല്ല. ഓരോ ഒബ്ജക്ട്സിനും വ്യത്യസ്ത രീതിയിലുള്ള ഷേപ്പുകളാണുള്ളത്. ഒബ്ജക്ട്സ് ഹാവിങ് ഡെഫിനിറ്റ് ഷേപ്സ് ആർ കോൾഡ് സോളിഡ്സ്. ഇനി സോളിഡ്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയും ഖരവസ്തുക്കൾ എന്ന് പറയും. എന്ന് വെച്ചാൽ ഹാർഡായ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയൽ? സോളിഡ്സ് എന്ന് പറയൽ. ഹാർഡായ വസ്തുക്കളെയാണ് എന്ത് പറയൽ? സോളിഡ്സ്. ഒബ്ജക്റ്റ് ഹാവിങ് ഡെഫിനിറ്റ് ഷേപ്സ്. അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഷേപ്പ് ഉണ്ടാവും. ഒരു പ്രത്യേക ഷേപ്പുള്ള ഒബ്ജക്ട്സിനെയാണ് സോളിഡ്സ് എന്ന് പറയാറുള്ളത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി സോളിഡ്സിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ടെന്ന് നമുക്ക് നോക്കാം. വെയ്റ്റ്. ട്രൈ ടു ലിഫ്റ്റ് എ സ്മോൾ ബ്രിക്ക് ആൻഡ് എ ലാർജ് ബ്രിക്ക്. നിങ്ങളൊരു ചെറിയ കല്ലെടുത്ത് പൊന്തിച്ച് നോക്കുക, അല്ലെങ്കിൽ ഒരു ഇഷ്ടിക, അല്ലെങ്കിൽ ഒരു വലിയ ബ്രിക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു വലിയ ഇഷ്ടിക എടുക്കുക. വിച്ച് ബ്രിക്ക് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു ലിഫ്റ്റ്? ഏത് ബ്രിക്കാണ് നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായത്, കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക? വൈ? എന്തുകൊണ്ട്? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഏതാണ്? ലാർജ് ബ്രിക്സ്. എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് ബിഗ്. ഇറ്റ്സ് വെയ്റ്റ് ഈസ് ഹൈ. ഇത് ലാർജ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ബിഗ്. Do all objects having the same weight? No. Measure the weight of എല്ലാ ഒബ്ജക്റ്റും സെയിം വെയിറ്റ് ആണോ? അല്ല. Measure the weight of different solid material using a spring balance available in your school. നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ഒബ്ജക്റ്റ് എടുക്കുക, ആ മെറ്റീരിയൽസൊക്കെ എന്ത് ചെയ്യുക? വെയിറ്റ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ഒബ്ജക്റ്റിനും ഒരേ വെയിറ്റ് അല്ല. നിങ്ങൾക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓരോ ഒബ്ജക്റ്റിനും ഓരോ വെയിറ്റ് ആയിരിക്കും. മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ അളന്ന് നോക്കുക. എന്തുപയോഗിച്ചിട്ട്? സ്പ്രിങ് ബാലൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അളന്ന് നോക്കിയാൽ ഓരോ വസ്തുവിനും വ്യത്യസ്ത വെയിറ്റ് ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സോളിഡ്സിന് വെയിറ്റ് ഉണ്ട് എന്നും വ്യത്യസ്ത തരം സോളിഡ്സിന് വ്യത്യസ്ത തരം വെയിറ്റ് ആണ് എന്ന് വെച്ചാൽ വ്യത്യസ്ത തരം ഒബ്ജക്റ്റുകൾക്ക് വ്യത്യസ്ത തരം വെയിറ്റ് ആണ്. ഇനി അടുത്തത് സോളിഡ്സിന് വേണ്ട വേറൊരു പ്രത്യേകതയാണ്
ഉണ്ടാകുന്ന വേറെ പ്രത്യേകതയാണ് എന്ത്? എ പ്ലേസ് ടു ഓക്യുപ്പൈ. അതിന് നിൽക്കാൻ എന്ത് വേണം? സ്ഥലം വേണം. ടേക്ക് എ ഗ്ലാസ് ടംബ്ലർ ഫിൽഡ് വിത്ത് വാട്ടർ. നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. എന്താ ചെയ്യേണ്ടത്? ഒരു ഗ്ലാസ് ടംബ്ലർ എടുക്കുക, അതിൽ വെള്ളം നിറക്കുക. നിങ്ങളൊരു പ്ലാസ്റ്റിക് ഡബ്ബ അതിൻ്റെ താഴെ വെക്കണം. അതിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ഗ്ലാസ് ടംബ്ലർ വെക്കേണ്ടത്. അതിൽ ഫുള്ള് നിറയെ വെള്ളമാണ്. ടൈ എ സ്റ്റോൺ വിത്ത് എ സ്ട്രിങ് ആൻഡ് സ്ലോലി ഇമേഴ്സ് ഇറ്റ് ഇൻ ടു ദി വാട്ടർ. നിങ്ങൾ ഒരു ചെറിയ കല്ലെടുത്തിട്ട് ഒരു കല്ല് സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് കെട്ടുക. എന്നിട്ട് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിലേക്ക് ഇടരുത്. അപ്പം നമുക്ക് വെള്ളം എത്രമാത്രം സ്പിൽ ഔട്ടായി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് സാവധാനം സ്ലോലി ഇമേഴ്സ് ചെയ്യുക, മീൻസ് ഡിപ്പ് ചെയ്യുക, അതിൽ മുക്കുക. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? അപ്പം നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? വാട്ട് മൈറ്റ് ബി ദ റീസൺ? എന്തൊക്കെ കാണാം? അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചത് അല്ലേ? വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? നമ്മുടെ ഒബ്സർവേഷൻ എന്തായിരിക്കും? വാട്ടർ ഫ്ലോ ഔട്ട്. വാട്ടർ ഫ്ലോ ഔട്ട് അതായിരിക്കും നമ്മൾ കാണല്. ബിക്കോസ് ഇറ്റ്സ് എ വെയിറ്റ്. എന്തോ ആണെന്ന് നോക്കാം. ട്രൈ അഗെയിൻ ബൈ ഇമേഴ്സിങ് എ ലാർജ് സ്റ്റോൺ ഇൻ ടു ദി വാട്ടർ. വാട്ട് ഡിഫറൻസ് ഡു യു ഒബ്സർവ്? നിങ്ങൾ ഒരു വലിയ കല്ലെടുത്തിട്ട് എന്ത് ചെയ്യുക? ഇതേപോലെ കെട്ടി നോക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇമേഴ്സ് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, വെള്ളം നിറയെ വേണം. വാട്ട് ഡിഫറൻസ് ഡു ഒബ്സർവ്? അപ്പം നമുക്ക് എന്താണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് മനസ്സിലായി. എന്ത് മനസ്സിലാവും? സ്മോൾ സ്റ്റോൺ നീഡഡ് ലെസ് സ്പേസ്, ലാർജ് സ്റ്റോൺ നീഡഡ് മോർ സ്പേസ്. കാരണം നമ്മൾ ഡിപ്പ് ചെയ്യുന്ന കല്ലിൻ്റെ വെയ്റ്റിനനുസരിച്ച് വാട്ടർ എത്രയാണോ കല്ലിൻ്റെ വെയിറ്റ് അതിനനുസരിച്ച് വാട്ടർ പുറത്തേക്ക് പോരും. സോളിഡ്സ് റിക്വയർ സ്പേസ് ടു ഓക്യുപ്പൈ. കാരണം എന്താണ്? ഓരോ വസ്തുക്കൾക്കും അതിന് നിൽക്കാൻ വേണ്ട സ്ഥലം വേണം. ആ എത്രമാത്രം സ്ഥലമാണോ എടുക്കുന്നതെന്ന് വെച്ചാൽ അത്രമാത്രം സ്ഥലത്തിലെ വെള്ളം പുറത്തേക്ക് പോരുന്നത്. അപ്പോൾ ആ വെള്ളം നമുക്ക് അളന്ന് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ആ സ്റ്റോണിൻ്റെ വെയിറ്റ് എത്രയാണുള്ളത്. വലിയ സ്റ്റോണിന് കൂടുതൽ വെള്ളം പുറത്തേക്ക് പോരും അല്ലേ? സ്മോൾ സ്റ്റോൺ നീഡഡ് ലെസ് സ്പേസ് ആൻഡ് ലാർജ് സ്റ്റോൺ നീഡഡ് മോർ സ്പേസ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടാണ്, സോളിഡ്സ് റിക്വയർ സ്പേസ് ടു ഓക്യുപ്പൈ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി എന്ന്? സോളിഡ് റിക്വയർസ് സ്പേസ് ടു ഓക്യുപ്പൈ. അവൾക്ക് നിൽക്കാൻ സ്ഥലം ആവശ്യമുണ്ട്. ലാർജ് സോളിഡ് റിക്വയർസ് മോർ സ്പേസ് ടു ഓക്യുപ്പൈ. ഇതിൽ നിന്ന് നമുക്ക് ലഭിച്ച എക്സ്പെരിമെൻറ്റ് ലഭിച്ച റിസൾട്ടാണ്. റൈറ്റ് ഡൗൺ ദി ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് മെറ്റീരിയൽ ഇൻ മൈ എൻവിറോൺമെൻറ്റൽ സയൻസ് ഡയറി. ഫസ്റ്റ്, ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. എല്ലാ സോളിഡ്സിനും എന്തുണ്ട്? ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. നെക്സ്റ്റ് ഫിൽ ചെയ്യേണ്ടത് ഹാവ് വെയിറ്റ്, റിക്വയേഴ്സ് സ്പേസ് ടു ഓക്യുപ്പൈ. ഓക്കെ, എന്ത് വേണം? ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസ് വേണം. റിക്വയേഴ്സ് സ്പേസ് ടു ഓക്യുപ്പൈ. ഇതാണ് മെയിൻ പോയിൻറ്റ്സ് സോളിഡ്സിനെ പറ്റിയിട്ടുള്ളത്. യു വർ നോട്ട് ഏബിൾ ടു ഡ്രോ ദ പിക്ചർ ഓഫ് വാട്ടർ. അടുത്തത് നമുക്ക് ഷേപ്പ് ഓഫ് വാട്ടർ ആണ് പഠിക്കാനുള്ളത്. അതിലെന്തൊക്കെ പറയുന്നത് നോക്കൂ. യു വർ നോട്ട് ഏബിൾ ടു ഡ്രോ ദ പിക്ചർ ഓഫ് വാട്ടർ, റൈറ്റ്? നിങ്ങൾക്ക് പിക്ചർ വരയ്ക്കാൻ പറ്റുമോ വാട്ടറിൻ്റെ? യു വർ നോട്ട് ഏബിൾ ടു ഡ്രോ ദ പിക്ചർ ഓഫ് വാട്ടർ, റൈറ്റ്? യെസ്. ഫിൽ വാട്ടർ ഇൻ ദ വെസൽ ഹാവിങ് ഡിഫറെൻറ്റ് ഷേപ്സ് ആർ ഗിവൺ ബിലോ. നിങ്ങൾ താഴെ കാണുന്ന ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള പാത്രങ്ങൾ കാണുന്നുണ്ട്. ഈ പാത്രങ്ങളിലൊക്കെ നിങ്ങൾ വാട്ടർ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഈ പാത്രത്തിൽ എത്ര വെള്ളം എടുത്താലും ആ പാത്രത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ എന്ന് വെച്ചാൽ ആ ഷേപ്പിലായിരിക്കും നമ്മുടെ വെള്ളത്തിൻ്റെ ഷേപ്പും. ഒബ്സർവ് ദ ഷേപ്പ് ഓഫ് വാട്ടർ ഇൻ ഈച്ച് ഓഫ് ദി വെസൽ. ഇനി നിങ്ങൾ ഇതിലെ ചെറിയ വെസലുള്ള വെള്ളം എടുത്തിട്ട് മറ്റേ വെസലിലേക്ക് ഒഴിച്ചാലും ആ വെള്ളത്തിൻ്റെ ഷേപ്പ് ഏതിൻ്റെ ഷേപ്പ് തന്നെയായിരിക്കും, നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ ഷേപ്പായിരിക്കും. അതൊരു ലിക്വിഡ്സ് ആണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ആ ലിക്വിഡ്സിൻ്റെ പ്രത്യേകതകളാണ് ഇനി പറയുന്നതൊക്കെ. ഒബ്സർവ് ദ ഷേപ്പ് ഓഫ് വാട്ടർ ഇൻ ഈച്ച് ഓഫ് ദി വെസൽ. ആർ ദ ഷേപ്സ് ആർ സെയിം? നോ. റൈറ്റ് ഡൗൺ യുവർ ഇൻഫ്ലുവൻസ് അബൌട്ട് ദ ഷേപ്പ് ഓഫ് വാട്ടർ ഇൻ മൈ എൻവിറോൺമെൻറ്റ് സയൻസ് ഡയറി. നിങ്ങൾ പുസ്തകത്തിൽ അതിനെപ്പറ്റി എഴുതുക. എന്താണ്? ഷേപ്സ് സെയിം അല്ല. വാട്ടർ ഡസ് നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്.
വാട്ടർ എന്നുള്ളത് നമുക്ക് എങ്ങനെയും പറയാം, ലിക്വിഡ് ഡസ് നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ വാട്ടർ ഡസ് നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. ഷേപ്പ് വാട്ടറിനില്ല. ഇറ്റ് ടേക്ക് ദ ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ ഇറ്റ് ഓക്യുപ്പൈസ്. ഇതിന് ഏതിൻ്റെ ഷേപ്പാണ് കിട്ടുക? നമ്മൾ എടുക്കുന്ന കണ്ടെയ്നറിൻ്റെ പാത്രത്തിൽ അതെങ്ങനെ ഓക്യുപ്പൈ ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ ഷേപ്പ് തന്നെയായിരിക്കും എനിക്ക് കിട്ടുക. പാത്രത്തിന് അതേ ഷേപ്പായിരിക്കും. ഇനി വെയ്റ്റ് ഓഫ് വാട്ടർ, വെയ്റ്റ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ വെയ്റ്റ് ഓഫ് ലിക്വിഡ് അങ്ങനെയും പറയാം. മെഷർ ദ വെയ്റ്റ് ഓഫ് യുവർ വാട്ടർ ബോട്ടിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫില്ലിംഗ് ഇറ്റ് വിത്ത് വാട്ടർ യൂസിങ് ദ സ്പ്രിംഗ് ബാലൻസ് അവൈലബിൾ ഇൻ യുവർ സ്കൂൾ. നിങ്ങളെ വാട്ടർ ബോട്ടിലിൽ എന്ത് ചെയ്യുക? വെള്ളം ആഫ്റ്ററും ബിഫോറും ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ശേഷമുള്ളത് അളന്ന് നോക്കുക. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? വെയ്റ്റ് ഓഫ് വാട്ടർ ബോട്ടിൽ ബിഫോർ ഫില്ലിംഗ് വിത്ത് വാട്ടർ നിറക്കുന്നതിന് മുമ്പുള്ള വെയിറ്റ് നോക്കുക. സപ്പോസ് നമുക്കൊരു 100 ഗ്രാം എടുക്കാം. വെള്ളം നിറക്കുന്നതിന് മുന്നേ നിങ്ങളെ വാട്ടർ ബോട്ടിലിൻ്റെ വെയിറ്റ് 100 ഗ്രാം ആണെന്ന് ജസ്റ്റ് ഒരു ഇത്. വെയിറ്റ് ഓഫ് വാട്ടർ ബോട്ടിൽ ആഫ്റ്റർ ഫില്ലിംഗ് വിത്ത് വാട്ടർ, നമ്മൾ വാട്ടർ നിറച്ചതിന് ശേഷം എത്രയുള്ളത് നോക്കാം. അപ്പം 1100 ഗ്രാം ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു വെയ്റ്റ്സ്? അങ്ങനെയെങ്കിൽ രണ്ട് വെയിറ്റുകൾ തമ്മിൽ ഡിഫറൻസ് എത്രയാണ്? 1000. വാട്ട് ക്യാൻ ബി ദ റീസൺ? ഇത് നമുക്ക് എന്ത് മനസ്സിലായി? വാട്ടറിന് വെയിറ്റ് ഉണ്ടെന്ന്. കുപ്പീൻ്റെ വെയിറ്റ് എന്ന് മൈനസ് ചെയ്താൽ ബാക്കി വെയിറ്റ് ആരെ വെയിറ്റ് ആയിരിക്കും? വെള്ളത്തിൻ്റെ വെയിറ്റ് മീൻസ് ലിക്വിഡിൻ്റെ വെയിറ്റ്. വാട്ടർ ഹാസ് വെയിറ്റ്, ദറ്റ് മീൻസ് ലിക്വിഡ് ഹാസ് വെയിറ്റ്. ലിക്വിഡിനും എന്തുണ്ട്? വെയിറ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. വാട്ടർ, കോക്കനട്ട് ഓയിൽ, കെറോസിൻ, പെട്രോൾ ഇതെല്ലാം എന്താണ്? ലിക്വിഡ്സ് ആണ് അല്ലേ? പവർ ഓഫ് വാട്ടർ, വാട്ടറിൻ്റെ പവർ. ഡസ് ഫ്ലോയിങ് വാട്ടർ ഹാവ് പവർ? യെസ്. വെള്ളം ഒഴുകിപ്പോകുന്ന വെള്ളത്തിന് എന്തുണ്ട്? പവറുണ്ട്. മേക്ക് എ വീൽ ബൈ അറ്റാച്ചിങ് 6 ഐസ്ക്രീം സ്പൂൺ ടു ദ സർക്കുലർ ലിഡ് ഓഫ് എ ജാർ. നിങ്ങൾ ഒരു മൂടിയെടുക്കുക, പാത്രത്തിനെ മൂടിയെടുക്കുക. എന്നിട്ട് അതിലെന്ത് ചെയ്യുക? ഒരു പൈപ്പിൽ നിന്ന് വെള്ളം ഫ്ലോ ചെയ്യിപ്പിക്കുക. എങ്ങനെയൊക്കെ ചെയ്യാം ഇത്? ആ ലിഡ് എടുത്തിട്ട് ആ ലിഡിൽ സ്പൂണുകൾ ഫിക്സ് ചെയ്യുക. എന്നിട്ട് അതെന്ത് ചെയ്യുക? ഒരു വീല് പോലെയാക്കുക. മേക്ക് എ വീൽ ബൈ അറ്റാച്ചിങ് 6 ഐസ്ക്രീം സ്പൂൺ ടു ദി സർക്കുലർ ലിഡ് ഓഫ് എ ജാർ. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ചെയ്യുക. ദ വീൽ ഈസ് ടു ബി അറേഞ്ച്ഡ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. എന്നിട്ട് ഇതുപോലെ പ്ലേസ് ചെയ്യണേ. ഇതുപോലെ ഒരു ബോർഡിൽ എവിടെയെങ്കിലും ഫിക്സ് ചെയ്തിട്ട് പൈപ്പിൻ്റെ നേരെ ചോട്ടിൽ കാണിക്കുക. പ്ലേസ് ഇറ്റ് ബിലോ ദ വാട്ടർ ഫ്ലോയിങ് ഫ്രം എ പൈപ്പ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. പിക്ചർ കാണുമ്പോൾ ചെയ്യുക. വാട്ട് ഡു യു ഒബ്സർവ്? അപ്പോൾ നമുക്ക് എന്ത് കാണാം? റൊട്ടേറ്റ്. വിച്ച് ഈസ് ദ ഫോഴ്സ് ദാറ്റ് മെയ്ഡ് ദ ഹോൾ ടു റൊട്ടേറ്റ്? എന്തുകൊണ്ടാണത് ഫ്ലോ ചെയ്തത്? എന്ത് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ് റൊട്ടേറ്റ് ചെയ്തത്? വാട്ടർ ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് ആ റൊട്ടേറ്റ്. വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ വാട്ടറിന് എന്തുണ്ട്? പവറുണ്ട്. നിങ്ങളെ കൈനോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ ഫോഴ്സ് കൊടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഈ വാട്ടർ അത് ഹൈ ഫ്ലോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെന്തുണ്ട്? പവറുണ്ട്. ഫ്ലോയിങ് വാട്ടർ ഹാസ് പവർ. പവർ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്? റൊട്ടേറ്റ് ചെയ്തത്. In which is the force that made the wheel to rotate? Flowing water has power. In which state does water exist? Water ഏത് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ലിക്വിഡിൽ അല്ലേ? ലിസ്റ്റ് ഔട്ട് the examples that exist in the same state. ഇതുപോലെ വാട്ടറിനെ പോലെ ലിക്വിഡ് ആയിട്ടുള്ള ബാക്കിയുള്ളതിൻ്റെ പേര് എഴുതാൻ. കോക്കനട്ട് ഓയിൽ, കെറോസിൻ മീൻസ് മണ്ണെണ്ണ, ഹണി, മിൽക്ക്, പെട്രോൾ ഇവയെല്ലാം എന്താണ്? ലിക്വിഡ്സ് ആണ്. Objects that flow and having no definite shapes are called liquids. ഒബ്ജക്റ്റ് ഫ്ലോ ചെയ്യണം, അതുപോലെ തന്നെ അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവില്ല. ഇമാതിരിയുള്ള എല്ലാ ഒബ്ജക്റ്റുകളും നമ്മൾ എന്ത് പറയും? ലിക്വിഡ്സ് എന്ന് പറയും. വാട്ടർ, ഓയിൽ എക്സെട്ര ആർ ലിക്വിഡ്സ്. ഇവയെല്ലാം എന്താണ്? ലിക്വിഡ്സിന് എക്സാമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാർ ഇവിടെ ഒന്ന് നോക്കൂ. ഐഡൻറ്റിഫൈ ആൻഡ് മാർക്ക് ദ ലിക്വിഡ് ഒബ്ജക്റ്റ് ഫ്രം ദ ടേബിൾ ഗിവൺ ബിലോ. ഈ ടേബിളിൽ കുറേ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് പല രീതിയിൽ അറേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറേ എന്തിൻ്റെ പേര് കിട്ടും? ലിക്വിഡ്സിൻ്റെ പേര് കിട്ടും. അപ്പം നിങ്ങൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ഫസ്റ്റ് കോളത്തിലെ വേർഡ്സ് എല്ലാം നോക്കുക. അത് മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കൂ. റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മിൽക്ക് അല്ലേ? ഇനി അടുത്തത് എന്താണ്?
സിക്സ്ത് കോളം മുതൽ അങ്ങോട്ടേക്ക് റീഡ് ചെയ്താൽ കെറോസിൻ. വേറെ എന്തൊക്കെയുണ്ട്? കോക്കനട്ട് ഓയിൽ, ഹണി, പെട്രോൾ, വാട്ടർ. ഇതെല്ലാം ഈ ബോക്സിൽ നിന്ന് നമുക്ക് കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ഇൻഫറൻസിലെത്താം? ഒന്ന് നോക്കൂ, കൺക്ലൂഷനിലെത്താം. ബേസ്ഡ് ഓൺ ദി ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്സിൻ്റെ ജനറലായിട്ട് ഇപ്പോൾ പറഞ്ഞ 2-3 പോയിന്റ്സ് ഉണ്ടല്ലോ, മെയിനായിട്ട് ലിക്വിഡ്സിൻ്റെ സ്വഭാവങ്ങൾ. അങ്ങനെ പ്രോപ്പർട്ടീസ് ഓഫ് എ ലിക്വിഡ്സ് കംപ്ലീറ്റ് ദ പദസൂര്യൻ മീൻസ് വേർഡ്സ് ആണ്. ഈ പദസൂര്യനിൽ നിങ്ങൾ ലിക്വിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതി ഫില്ല് ചെയ്യുക. ഫസ്റ്റ് വൺ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. നോ ഡെഫിനിറ്റ് ഷേപ്പ്. ലിക്വിഡ് ഹാവ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. അതിനെന്തില്ല? ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. എന്തുണ്ട്? എന്തൊക്കെയുണ്ട്? ലിക്വിഡ് ഹാസ് വെയ്റ്റ്. ലിക്വിഡ് ഹാസ് വെയ്റ്റ്. ഫ്ലോയിങ് ലിക്വിഡ് ഹാസ് പവർ. ഫ്ലോയിങ് ലിക്വിഡ് ഹാസ് പവർ. It takes the shape of the container it occupies. Last point, it takes the shape of the container it occupies. Shape ഇല്ല, and weight ഉണ്ട്. Flowing liquid has power ഉണ്ട്. It takes the shape of the container it occupies. Shape ഇല്ല, weight ഉണ്ട്. Flowing ലിക്വിഡിന് നല്ല പവർ ഉണ്ട്. നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ അതേ ഷേപ്പ് ആയിരിക്കും ലിക്വിഡ്സിന് ഉണ്ടാവുക. ഇത് 4 പോയിന്റ്സും ലിക്വിഡിൻ്റെ മെയിൻ പോയിന്റ്സ് ആണ്. ഇനി ടോയ് ഫാൻ ആൻഡ് വിൻഡ്. നിങ്ങൾ ചിത്രത്തിലേക്ക് നോക്കൂ. റീഡ് ദ പിക്ചർ സ്റ്റോറി. എന്താണ് പറയുന്നത്? അനു ആൻഡ് ഹർ ഫാമിലി ആർ റിട്ടേണിംഗ് ഹോം ഇൻ എ ബസ് ആഫ്റ്റർ വാച്ചിങ് എ ഫെസ്റ്റിവൽ. ഒരു ഫെസ്റ്റിവൽ കാണാൻ പോയിട്ട് തിരിച്ചു പോരാണ്. ഹർ ബ്രദർ ഹാസ് എ ടോയ് ഫാൻ വിച്ച് ദേ ബോട്ട് ഫ്രം ഫെസ്റ്റിവൽ സ്ഥലത്ത് നിന്ന് അവർ ടോയ് ഫാൻ വാങ്ങി. ദ ടോയ് ഫാൻ ബിഗാൻ ടു റൊട്ടേറ്റ് വെൻ ദ ബസ് സ്റ്റാർട്ട് മൂവിങ്. ബസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ ടോയ് ഫാൻ റൊട്ടേറ്റ് ചെയ്യും. ഹായ് സിസ്റ്റർ, ലുക്ക് മൈ ടോയ് ഫാൻ ഇസ് റൊട്ടേറ്റിംഗ്. സിസ്റ്റർ കാണിച്ചു കൊടുത്തിട്ട് അവന് ഭയങ്കര സന്തോഷമായി. ടോയ് ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. വെൻ ദ ബസ് സ്റ്റോപ്ഡ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റോപ്പ് ദ ടോയ് ഫാൻ സീസ് ടു റൊട്ടേറ്റിംഗ്. ഹർ ബ്രദർ സ്റ്റാർട്ട് ടു ക്രൈ. എന്ത് സംഭവിച്ചു? ബസ് സ്റ്റോപ്പിൽ നിർത്തി. അപ്പോൾ എന്തായി? ടോയ് ഫാനും റൊട്ടേഷൻ നിർത്തി. അപ്പോൾ ബ്രദർ എന്ത് ചെയ്തു? കരയാൻ തുടങ്ങി. മൈ ടോയ് ഫാൻ ഇസ് നോട്ട് റൊട്ടേറ്റിംഗ്, ഐ വാണ്ട് ടു റൊട്ടേറ്റ്. എൻ്റെ ടോയ് ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നില്ല, എനിക്കിത് റൊട്ടേറ്റ് ചെയ്യണം. വെൻ ഹി കണ്ടിന്യൂഡ് ക്രൈങ്. അപ്പോൾ അവനിങ്ങനെ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹിസ് മദർ ബ്ലൂ ഇൻ ടു ദ ടോയ് ഫാൻ. ഇറ്റ് സ്റ്റാർട്ട് ടു റൊട്ടേറ്റ് അഗെയിൻ. അപ്പോൾ അമ്മ എന്ത് ചെയ്തു? ബ്ലൂ ചെയ്തു, ഊതിക്കൊടുത്തു. എന്തിലേക്ക്? ടോയ് ഫാനിലേക്ക് ഊതിക്കൊടുത്താൽ അത് റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ അവൻ കരച്ചിൽ നിർത്തി. വെൻ ദ ബസ് സ്റ്റാർട്ട് മൂവിങ് ദ ടോയ് ഫാൻ സ്റ്റാർട്ടഡ് ടു റൊട്ടേറ്റ് അഗെയിൻ. ഹി ബിക്കേം വെരി ഹാപ്പി. വീണ്ടും ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് എടുത്തപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും ടോയ് ഫാൻ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തായി? ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. ഇതിൽ നിന്ന് കൂട്ടുകാർക്ക് എന്തൊക്കെ മനസ്സിലായി? യു ഹാഡ് സച്ച് എക്സ്പീരിയൻസ്? നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്നെങ്കിലും? വൈ ഡിഡ് ദ ടോയ് ഫാൻ സീസ് റൊട്ടേറ്റിംഗ്? എന്തുകൊണ്ടാണ് വെൻ ദ ബസ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ റൊട്ടേഷൻ നിർത്തിയത് എന്തുകൊണ്ടാണ്? ഇൻ വാട്ട് ഓൾ സിറ്റുവേഷൻ ഡസ് ദ ടോയ് ഫാൻ റൊട്ടേറ്റ്? നോ. എല്ലാ സിറ്റുവേഷനിലും ടോയ് ഫാൻ റൊട്ടേറ്റ് ചെയ്യൂ? ഇല്ല. എന്തുകൊണ്ടാണ് റൊട്ടേഷൻ നിന്നത്? അവിടെ കാറ്റില്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്? റൊട്ടേറ്റ് ചെയ്യാതിരുന്നത്. വൈൽ റണ്ണിങ് വിത്ത് ദ ടോയ് ഫാൻ. ഏതൊക്കെ സിറ്റുവേഷനിൽ ടോയ് ഫാൻ റൺ ചെയ്യുന്നത് നോക്കണം. ഇൻ വാട്ട് ഓൾ സിറ്റുവേഷൻ ഡസ് ദ ടോയ് ഫാൻ റൊട്ടേറ്റ്? ഫസ്റ്റ് വൺ, വൈൽ റണ്ണിങ് വിത്ത് ദ ടോയ് ഫാൻ. നമ്മൾ ഈ ടോയ് ഫാന് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ബസ്സിൽ കയറിയപ്പോൾ റൊട്ടേറ്റ് ചെയ്തു എന്ന്. അത് വിൻഡ് ഉണ്ടായിട്ടാണ്. ഇപ്പോൾ ഈ വിൻഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള സമയങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. വൈൽ റണ്ണിങ് വിത്ത് ദ ടോയ് ഫാൻ. ഈ കുട്ടി ആ ടോയ് ഫാനും പിടിച്ചിട്ട് ഓട്ടം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യും. ഇനി ബ്ലോ ചെയ്ത് നമ്മൾ ആരെങ്കിലും ഊതിക്കൊടുത്ത് അപ്പോൾ റൊട്ടേറ്റ് ചെയ്യും. അലോങ് വിത്ത് ദ മൂവിങ് ഒബ്ജക്റ്റ്. നമ്മൾ മൂവിങ് ഒബ്ജക്റ്റ്, സപ്പോസ് ഇവിടെ എന്താണ്? ബസ്സാണ്. ബസ് മൂവിങ് ഒബ്ജക്റ്റ് ആണ്. ബസ് സ്റ്റോപ്പ് ചെയ്യരുത്, ബസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു മൂവിങ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റാണ് ബസ്. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും? ബസ്സോ ഓട്ടോറിക്ഷയോ എന്തായാലും ഈ ഫാൻ റൊട്ടേറ്റ് ചെയ്യും. ഈ 3 കേസിൽ ബ്ലോ ചെയ്താൽ അലോങ് വിത്ത് ദ മൂവിങ് ഒബ്ജക്റ്റ്, വൈൽ റണ്ണിങ് വിത്ത് ദ ടോയ് ഫാൻ ഒക്കെ റൊട്ടേറ്റ് ചെയ്യും. In the above situation, what happened the toy fan to rotate? എന്തുകൊണ്ടാണ് ഇപ്പോൾ മുകളിൽ പറഞ്ഞ 3 സിറ്റുവേഷനിലും ടോയ് ഫാൻ റൊട്ടേറ്റ് ചെയ്യാൻ കാരണം എന്താണ്? വിൻഡ്. ഹൗ ഡിഡ് വി നോ ദാറ്റ് ദർ ഈസ് വിൻഡ്? നമുക്കെങ്ങനെ
വിൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാം? കൂട്ടുകാർക്ക് അറിയോ എങ്ങനെ വിൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നോക്കാം. ഹൗ ഡിഡ് വി നോ ദാറ്റ് ദർ ഈസ് ഇൻ വിൻഡ്? ലീവ്സ് ആർ മൂവിങ്. നമ്മളെ വീട്ടിലെ മുറ്റത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ നമ്മൾ ഇലകളൊക്കെ ഇളകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? കാറ്റുണ്ട്, വിൻഡുണ്ട്. കൈറ്റ് ഈസ് ഫ്ലൈയിങ്. ഇനി പട്ടം പറത്താണെങ്കിൽ ആ പട്ടം പറക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അവിടെ കാറ്റുണ്ടായിട്ടാണ് പറന്നതെന്ന്. ഇനി ബ്ലോയിങ്. ഇനി കാറ്റുണ്ടാകുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഊതുക, അങ്ങനെയാണെങ്കിൽ അപ്പോൾ കാറ്റുണ്ടാവും. വെൻ ഫാൻ റൊട്ടേറ്റിംഗ്. ഫാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സമയത്ത് എന്തുണ്ടാവും? വിൻഡ് ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസിൽ നമുക്ക് എന്തുണ്ട്? വിൻഡ് എക്സ്പീരിയൻസ് ചെയ്യാം, വിൻഡ് ഉണ്ട് എന്നുള്ള മനസ്സിലാക്കാം. ടേക്ക് എ ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് ജെന്റ്ലി ഫാൻ യുവർ സെൽഫ് വിത്ത് ഇറ്റ്. വാട്ട് ഡു യു എക്സ്പീരിയൻസ്? നിങ്ങൾ ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക, എന്നിട്ട് ആ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ജെന്റ്ലി ഫാൻ ചെയ്യുക, മീൻസ് വീശുക. നിങ്ങൾ കൈ കൊണ്ട് എന്ത് ചെയ്യുക? ആ പേപ്പർ എടുത്ത് വീശുക. അപ്പോൾ എന്തുണ്ടാവും? നിങ്ങൾ പഴയ കാലത്തെ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയാം, ഫാനൊക്കെ വരുന്ന ഇലക്ട്രിസിറ്റി ഒക്കെ വരുന്നതിൻ്റെ മുന്നേ വിഷറി എന്ന് പറഞ്ഞ നമ്മളെ കവുങ്ങിൻ്റെ പട്ട എടുത്തിട്ട് അതിനെ കൊണ്ടുണ്ടാക്കുന്ന വിഷറി വെച്ച് പാള എടുത്തുണ്ടാക്കുന്നതാണ് എന്ത്? വിഷറി. അതുപയോഗിച്ചിട്ടായിരുന്നു പഴയ ആൾക്കാരൊക്കെ എന്ത് ചെയ്തിരുന്നത്? ഫാനില്ലാത്ത സമയത്ത് വീശിക്കൊണ്ട് ചൂടുള്ള സമയത്തൊക്കെ കാറ്റ് കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ ഇല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മളിങ്ങനെ വീശി നോക്കുക. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് കാറ്റ് ലഭിക്കും. അപ്പോൾ വാട്ട് ഡു യു എക്സ്പീരിയൻസ്? വിൻഡ്. വാട്ട് ഡിഡ് വി ഡു ടു ജനറേറ്റ് ദ വിൻഡ്? നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ വിൻഡ് ജനറേറ്റ് ചെയ്യാം? വി മെയ്ഡ് ദ എയർ റൗണ്ട് അസ് മൂവ്, റൈറ്റ്. ഈ വിൻഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വിൻഡ് വെറുതെ പെട്ടെന്ന് അവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഏത് സ്ഥലത്തും വിൻഡ് ഉണ്ടാക്കാം. എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്? നമുക്ക് ഫാൻ ഇട്ടിട്ടുണ്ടാക്കാം, ഊതിയിട്ടുണ്ടാക്കാം, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. റൊട്ടേഷനിലൂടെ ഒക്കെ എന്തുണ്ടാവും? കാറ്റുണ്ടാക്കാം, വിൻഡ് ഉണ്ടാവും, അല്ലേ? വി മെയ്ഡ് ദ എയർ റൗണ്ട് അസ് മൂവ്. നമ്മുടെ ചുറ്റുപാടുള്ള എയറിനെ മൂവ് ചെയ്യാൻ പറ്റി എന്ത് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലും, സപ്പോസ് ഏറ്റവും എക്സാമ്പിൾ ഫാൻ തന്നെയാണ്. നമ്മളെ സറൗണ്ടിങ്സിലെ എയർ മൂവ് ചെയ്യിക്കണം, എന്നാൽ അവിടെ എന്തുണ്ടാവും? വിൻഡ് ഉണ്ടാവും. വാട്ട് ഈസ് വിൻഡ്? റൈറ്റ് ഡൗൺ ഇൻ എൻവയോൺമെൻറ്റ് സയൻസ് ഡയറി. മൂവിങ് എയർ ഈസ് കോൾഡ് വിൻഡ്. എന്താണ് എഴുതേണ്ടത് നിങ്ങൾ? മൂവിങ് എയർ. ഇവിടെ സാധാരണ കാണുന്ന ഈ എയറിനെ ഒന്ന് മൂവ് ചെയ്യിച്ചാൽ എന്തായി മാറത്? വിൻഡായി മാറും. ഷോൾ വി മേക്ക് എ ടോയ് ഫാൻ. നിങ്ങളൊരു ടോയ് ഫാൻ ഉണ്ടാക്കി നോക്കിയാലോ? എന്തൊക്കെ വേണം നമുക്ക്? 2 പീസ് ഓഫ് കോക്കനട്ട് ലീവ്സ് ഓഫ് 15 സെൻറ്റിമീറ്റർ. 15 സെൻറ്റിമീറ്ററുള്ള ഒരു ഓല എടുക്കുക. ഓല എടുത്ത് നല്ല വൃത്തിക്കാക്കിയിട്ട് മുറിച്ചിട്ട് കറക്റ്റ് ഷേപ്പിലും സൈസിലുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? 15 സെൻറ്റിമീറ്റർ വേണം. പീസ് ഓഫ് മിഡ് റിബ്സ് ഓഫ് കോക്കനട്ട് ലീവ്സ് ആൻഡ് സിസർ. അപ്പോൾ നമുക്ക് എന്ത് വേണം? സിസർ വേണം, 2 പീസ് കോക്കനട്ട് ലീവ്സ് വേണം. ഇത് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി അടുത്ത പേജ് എടുത്തോളൂ. ഫോളോ ദ സ്റ്റെപ്പ് ഗിവൺ ഇൻ ദ പിക്ചർ ടു മേക്ക് ദ ടോയ് ഫാൻ. താഴെ കാണുന്ന പിക്ചർ നല്ലോണം ശ്രദ്ധിക്കുക. അത് പകുതി കണ്ട് മടക്കുക. 2 മടക്കിയിട്ട് ഒന്നിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വലിക്കുക. എന്നിട്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള ആരുടെയെങ്കിലും സഹായം തേടിയിട്ട് ഇതുപോലെ ഒരു ഫാൻ ഉണ്ടാക്കി നോക്കുക. കോക്കനട്ട് ലീവ്സ് വെച്ചുള്ള ഫാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒരു ഈർക്കിൾ നടുക്ക് കുത്തിയിട്ട് എന്ത് ചെയ്യുക? ഇത് കൊണ്ട് ഓടുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇത് ടോയ് ഫാൻ പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങുക, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. ട്രൈ ബ്ലോയിങ് എയർ ഇൻ ടു ഇറ്റ്. ഇനി നിങ്ങൾ അതിലേക്ക് ഊതി നോക്കിയാൽ റൊട്ടേറ്റ് ചെയ്ത് കാണാം. നൗ റൺ. ഇനി നിങ്ങൾ ഓടി നോക്കൂ. ഹോൾഡിങ് ദ ടോയ് ഫാൻ ഇൻ യുവർ ഹാൻഡ്. നിങ്ങൾ കൈ പിടിച്ചിട്ട് അതും കൊണ്ട് ഓടുക. വാട്ട് ഹാപ്പൻ ദെൻ? അപ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് കാണാം? അത് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ? റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ ഇൻ എൻവയോൺമെൻറ്റ് സയൻസ് ഡയറി. എന്നിട്ട് നിങ്ങൾ ഒബ്സർവേഷൻ നിങ്ങൾ ആ ബുക്കിൽ എഴുതുക. ഈസ് എയർ ഓൾവേസ് മൂവിങ്? എയർ എല്ലാ സമയത്തും മൂവ് ചെയ്യുമോ? നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യിച്ചാൽ മാത്രമേ മൂവ് ചെയ്യുള്ളൂ. ഡോണ്ട് വി ഫീൽ ദ മൂവ്മെൻറ്റ് ഓഫ് എയർ വെൻ ദ ഫാൻ ഇൻ ദ ക്ലാസ് റൂം ഈസ് റൊട്ടേറ്റിംഗ്? ഈ ഡോണ്ട് വി ഫീൽ ദ മൂവ്മെൻറ്റ് ഓഫ് എയർ വെൻ ദ ഫാൻ ഇൻ ദ ക്ലാസ് റൂം ഈസ് റൊട്ടേറ്റിംഗ്? ക്ലാസ്സിലെ ഫാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എയറിൻ്റെ മൂവ്മെൻറ്റ് ഫീൽ ചെയ്യുന്നില്ലേ എന്നാണ് ചോദിച്ചത്. ഇതിൻ്റെ ആൻസർ എന്താണ്? യെസ്, വി ക്യാൻ ഫീൽ ദ മൂവ്മെൻറ്റ് ഓഫ് എയർ വെൻ ദ ഫാൻ റൊട്ടേറ്റ്. സ്റ്റോപ്പ് ദ ഫാൻ ആൻഡ് ഒബ്സർവ്. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഫാൻ ഓഫ് ചെയ്യുക, എന്നിട്ട് ഒബ്സർവ് ചെയ്യുക. ഈസ് ദ എയർ സ്റ്റിൽ മൂവിങ്? ഇപ്പോൾ എയറിൻ്റെ മൂവ്മെൻറ്റ് നിർത്തി. ഫാൻ ഉണ്ടെങ്കിൽ ഇത് ഓഫ് ആക്കി കഴിഞ്ഞാൽ
മൂവ്മെൻറ്റ് നിർത്തി. വാട്ട് ഹാപ്പൻ ടു ദ മൂവ്മെൻറ്റ് ഓഫ് എയർ വെൻ ദ ഫാൻ വാസ് സ്റ്റോപ്പ്ഡ്? സ്റ്റോപ്പ് ചെയ്തപ്പോൾ എയറിൻ്റെ മൂവ്മെൻറ്റ് നിന്നു. ഒബ്സർവ് ദ പിക്ചർ. ഹായ് നൈസ് ഫ്രാഗ്രൻസ്. അപ്പോഴാണ് ഈ കുട്ടി ഒരു കാര്യം നോട്ടീസ് ചെയ്തത്. എന്താണ്? പുറത്തുനിന്ന് എന്തോ ഒരു സ്മെല്ലിങ്ങനെ വരുന്നുണ്ട്. ഇത് നമുക്ക് എന്ത് മനസ്സിലായി? സ്റ്റിൽ എയർ സ്റ്റിൽ മൂവിങ്. നമ്മൾ കാണാതെയും എന്ത് ചെയ്യുന്നുണ്ട്? എയർ മൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ കാണണമെങ്കിൽ നമുക്ക് ഫാനൊക്കെ ഓണാക്കിയാലേ മൂവ്മെൻ്റ് അറിയുള്ളൂ. അല്ലാതെ ചെറിയ രീതിയിൽ എയർ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യണം. ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട് എയറിൽ. അതുകൊണ്ട് നമുക്ക് അപ്പുറത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും കരിക്കുകയോ പൊരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല സ്മെല്ല് വരെ ചെയ്താൽ നമ്മളെ മൂക്കിലെത്തുന്നത് എന്തുകൊണ്ടാണ്? എയർ സ്റ്റിൽ മൂവിങ്. എയറിലെപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ തോതിലെ മൂവ്മെൻറ്റ്സ് ഉള്ളൂ എന്നുള്ളൂ. ഇനി ഹൗ ഡിഡ് ദ ഫ്രാഗ്രൻസ് റീച്ച് ദ ചിൽഡ്രൻസ് നോസ്? ഈ കുട്ടിയുടെ മൂക്കിലേക്ക് എങ്ങനെയാണ് മണെത്തിയത്? മൂവ്മെൻറ്റ് ഓഫ് എയർ. എയർ മൂവ് ചെയ്തിട്ടാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ലൈറ്റ് ആൻഡ് ഇൻസെൻസ് സ്റ്റിക്ക് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ദ ടേബിൾ ഓർ place some jasmine flower or a piece of cotton soaked in lemon grass oil in a corner of the classroom and observe. What do you experience? നമ്മൾ ഒരു ചന്ദനത്തിരി കത്തിച്ച് വെക്കുക ഒരു ടേബിളിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ കുറച്ച് ജാസ്മിൻ ഫ്ലവർ എടുത്തിട്ട് വെക്കുക ടേബിളിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി ലെമൺ ഗ്രാസ് ഓയിൽ മുക്കിയിട്ട് വെക്കുക. ഇങ്ങനെ എന്ത് ചെയ്താലും നമുക്ക് അതിൻ്റെ സ്മെല്ല് റൂമാകെ സ്പ്രെഡ് ചെയ്യും. ഇങ്ങനെ ഈ എക്സ്പെരിമെൻറ്റ് ഇപ്പം മുകളിൽ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് നമ്മളെ അത്ര സ്പ്രേയോ എന്തെങ്കിലും ഒന്ന് വെച്ചാലും മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ എന്ത് ചെയ്യാം? എക്സ്പീരിയൻസ് ചെയ്യും. അതിൻ്റെ സ്മെല്ല്. എന്തുകൊണ്ടാണത്? മൂവ്മെൻറ്റ് ഓഫ് എയർ. ഹൗ ഡിഡ് ദ ഫ്രാഗ്രൻസ് സ്പ്രെഡ് ഓൾ ത്രൂ ദ ക്ലാസ് റൂം? എന്തുകൊണ്ടാണ് ക്ലാസ് റൂമിൽ എവിടെയെങ്കിലും ഒരു നല്ല സ്മെല്ലുണ്ടെങ്കിൽ അത് ബാക്കി റൂമിൻ്റെ മൊത്തം പരക്കുന്നതിന് കാരണം എന്താണ്? മൂവ്മെൻറ്റ് ഓഫ് എയർ. കുഡ് യു എക്സ്പീരിയൻസ് ദ മൂവ്മെൻറ്റ് ഓഫ് എയർ ദിസ് ടൈം? ഇപ്പം നിങ്ങൾക്ക് എയറിൻ്റെ എക്സ്പീരിയൻസ് ചെയ്തില്ലേ? എയറിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത്. ആർ വി ഏബിൾ ടു ഐഡൻറ്റിഫൈ ദ ജെൻറ്റിൽ മൂവ്മെൻറ്റ് ഓഫ് എയർ? യെസ്. ഷാൽ വി മേക്ക് എൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഡിറ്റക്ട് ദ ജെൻറ്റിൽ മൂവ്മെൻറ്റ് ഓഫ് എയർ? ഇനി ഇങ്ങനെ നമുക്ക് അടുത്തൊരു എക്സ്പെരിമെൻറ്റ്. ആ എക്സ്പെരിമെൻറ്റ് ചെയ്താൽ ഈ എയർ ചെറിയ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് വരെ നമുക്ക് നോട്ട് ചെയ്യാം. അതിനുള്ള ഒരു പരീക്ഷണമാണ് അടുത്തത്. മെറ്റീരിയൽസ് റിക്വയർസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് പഠിച്ചെന്താണ്? ഫാൻ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് വലിയ രീതിയിലുള്ളതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വിൻഡ് ഉള്ളത് കൊണ്ട്. ഈ ചെറിയ രീതിയിലുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് എങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണിത്. ഒന്ന് നമ്മൾ പറഞ്ഞു എന്താണ്? എന്തെങ്കിലും നല്ല ഫ്രാഗ്രൻസ് നമ്മളെ മൂക്കിലേക്ക് എത്തുന്നത് കൊണ്ടാണ്, മൂവ്മെൻറ്റ് ഓഫ് എയർ കൊണ്ടാണ്. ഇതേപോലെ തന്നെ അടുത്തത് ഒരു എക്സ്പെരിമെൻറ്റ്. ആ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എയറിന് ചെറിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് ഉണ്ടെന്ന്. ടേക്ക് എ തിൻ ആൻഡ് നാരോ പേപ്പർ ആൻഡ് കട്ട് എ പീസ് ഓഫ് അബൌട്ട് 15 സെൻറ്റിമീറ്റർ ലെങ്ത് ഫ്രം ഇറ്റ്. ഒരു നൈസായ തിന്നായിട്ടുള്ള നാരോ പേപ്പർ എടുക്കുക. എന്നിട്ട് അത് ഇതേപോലെ 15 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് റോൾ ദിസ് പേപ്പർ അറൗണ്ട് എ പെൻസിൽമേൽ വെച്ചിട്ട് ആ പേപ്പർ ഇങ്ങനെ ചുറ്റുക. ടൈ എ ത്രെഡ് ടു വൺ എൻഡ് ഓഫ് ദി പേപ്പർ. താഴെ പിക്ചർ കാണിക്കുന്നത് പോലെ ഒരറ്റം നമുക്ക് എന്ത് ചെയ്യുക? ഒരു നൂല് കെട്ടുക. ആസ് ഷോൺ ഇൻ ദ പിക്ചർ. ഹാങ് ഇറ്റ് ഇൻ എ ഫിക്സഡ് സ്പോട്ട്. എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ചൊരു സ്ഥലത്ത് എന്ത് ചെയ്യുക? ഇത് പേപ്പർ കെട്ടി തൂക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ നല്ലോണം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പേപ്പർ എന്ത് ചെയ്യുക? മെല്ലെ മൂവ് ചെയ്യുന്നത് കാണാം. ഈ റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ. നിങ്ങളുടെ ഒബ്സർവേഷൻ നിങ്ങൾ എഴുതുക. ഇൻസ്റ്റെഡ് ഓഫ് ദി തിൻ പേപ്പർ യൂസ് എ തിക്ക് കാർഡ്ബോർഡ് പീസ്, ഹാങ് ഇറ്റ്. വോട്ട് ഡു യു ഒബ്സർവ്? നിങ്ങൾ ഇതിന് പകരം ഇപ്പം തിന്നായത് വെച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ചെറിയതായിട്ട് ഇങ്ങനെ ഇളകുന്നത് കാണാം. സൂക്ഷിച്ച് നോക്കണേ. ഇനി അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? നല്ല കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പേപ്പർ എടുക്കുന്നത് വെച്ചോ. അപ്പം നിങ്ങൾക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റും? വാട്ട് ഡു യു ഒബ്സർവ്? ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ ആയത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. വി ക്യാൻ ഫീൽ മൂവ്മെൻറ്റ് ഓഫ് എയർ അല്ലേ? ഫസ്റ്റ് കേസിൽ നമുക്ക് എന്ത് ചെയ്ത്? വി ക്യാൻ ഫീൽ ദ മൂവ്മെൻറ്റ് ഓഫ് എയർ. സെക്കൻഡ് കേസിലോ വി ക്യാൻ നോട്ട് ഫീൽ ദ മൂവ്മെൻറ്റ് ഓഫ് എയർ. കാരണം കാർഡ്ബോർഡ് നല്ല കട്ടിയുള്ള സാധനമായിരുന്നു. അതുകൊണ്ട് ഈ എയറിന് ഈ കാർഡ്ബോർഡിനെ മൂവ് ചെയ്യിക്കാനൊന്നും കഴിയൂല, അത്രക്ക് കട്ടിയുള്ളത് കൊണ്ട്. അപ്പോൾ തിന്നായത് വെച്ചപ്പോൾ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തു. വാട്ട് ഈസ് യുവർ ഇൻഫ്ലുവൻസ് അബൌട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് എയർ? മൂവ്മെൻറ്റ് ഓഫ് എയറിനെ പറ്റിയിട്ടുള്ള പോയിൻറ്റ്സ്
താഴെ നോക്കി എഴുതിയെടുത്തോളൂ. എയർ ഇസ് ഓൾവേസ് ഇൻ മൂവ്മെൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്തരീക്ഷം. എയർ ഇസ് ഓൾവേസ് ഇൻ മൂവ്മെൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വായു എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. വി എക്സ്പീരിയൻസ് ഇറ്റ് ഓൺലി വെൻ ദ മൂവ്മെൻറ്റ് ഓഫ് എയർ ഈസ് സ്ട്രോങ്. നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റൽ നല്ല സ്ട്രോങ് ആകുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലാഞ്ഞാലും എന്തുണ്ട്? മൂവ്മെൻറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് വി മേക്ക് യൂസ് ഓഫ് എയർ? നമ്മൾ ഈ എയറിനെ ഏതൊക്കെ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്? ഫസ്റ്റ്, നമുക്ക് ജീവിക്കണമെങ്കിൽ തന്നെ എന്ത് വേണം? ശ്വസിക്കാൻ എന്ത് വേണം? ഓക്സിജൻ വേണം അല്ലേ? അതിനാണ് ഫസ്റ്റ് പോയിന്റ് വെച്ചാൽ ടു ബ്രീത്ത്, നമ്മൾ ശ്വസിക്കാൻ അതിനെന്ത് വേണം? എയർ വേണം. ടു ഫിൽ എയർ ഇൻ ദ ടയേഴ്സ് ഓഫ് വെഹിക്കിൾസ്. ഇനി എയറിൻ്റെ ഓരോ ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം. ടു ഫിൽ എയർ ഇൻ ദ ടയേഴ്സ് ഓഫ് വെഹിക്കിളിൻ്റെ ഉള്ളിൽ നിറച്ച എന്താണ്? എയർ ആണ് അല്ലേ? ടു ഫിൽ എയർ ഇൻ ബലൂൺസിൻ്റെ ഉള്ളിൽ നമ്മൾ നിറക്കാൻ എന്താണ്? എയർ. ടു ഫിൽ എയർ ഇൻ ദ ട്യൂബ് ബോട്ടിൽ നമ്മൾ നിറക്കാൻ എന്താണ്? എയർ ആണ്. അപ്പോൾ എയറിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഏറ്റവും മെയിനായിട്ടുള്ള ഉപയോഗം എന്താണ്? നമുക്ക് ബ്രീത്ത് ചെയ്യാൻ എന്ത് വേണം? എയർ വേണം. എയറിലുള്ള ഓക്സിജനാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്. ഈസ് വാട്ടർ പ്രസൻറ്റഡ് ഇൻ എയർ ടു? ഇനി വെള്ളം ഈ എയറിലുണ്ടോ? നമ്മൾ ആരും ഇതുവരെ കാണുന്നൊന്നുമില്ല അല്ലേ വെള്ളമുള്ളത്. പക്ഷേ എന്തുണ്ട്? വെള്ളമുണ്ട്. ഈസ് വാട്ടർ പ്രസൻറ്റഡ് ഇൻ ദ എയർ ടു? യെസ്, ഉണ്ട്. വൺ ഡേ നമുക്കിങ്ങനെ നോക്കാം. വൺ ഡേ മീനു ആൻഡ് ഹർ യങ്ങർ ബ്രദർ വർ ഗോയിങ് ഫോർ എ പിക്നിക് വിത്ത് ദ ഫാമിലി. അപ്പോൾ ഇവിടെ മീനുവും അവളെ ബ്രദറും കൂടി എങ്ങോട്ട് പോയി? ഒരു പിക്നിക്കിന് പോയി. ഓൺ ദ വേ ഇറ്റ് സ്റ്റാർട്ട് റെയിനിങ് ഹെവിലി. ആ പോകുന്ന സമയത്താണ് നല്ല മഴ. നോട്ട് ദ ക്വസ്റ്റ്യൻ ദാറ്റ് മീനു ആസ്ക് ദ ഡ്രൈവറോട് ചോദിച്ച ചോദ്യം നിങ്ങൾ നോട്ടീസ് ചെയ്യൂ. ഓൺ നോട്ടീസിങ് വാട്ടർ ഡ്രോപ്ലെറ്റ് ഇൻസൈഡ് ദ ഗ്ലാസ് പെയിൻ ഓഫ് ദി ബസ്സിൻ്റെ ഉള്ളിലുള്ള ഗ്ലാസ് മേലെ എന്തുണ്ട്? വാട്ടർ ഡ്രോപ്ലെറ്റ്. ചെറിയ തുള്ളികളായിട്ട് ഇങ്ങനെ മുകളിൽ ഗ്ലാസിൻ്റെ മുൻഭാഗത്തല്ല സൈഡിലെ ഭാഗത്തേക്ക് തുള്ളിത്തുകളായിട്ട് സൈഡിൽ പറ്റി പിടിച്ചെടുക്കുന്നുണ്ട് വെള്ളം. അപ്പോൾ ഇവർ ചോദിക്കാണ്, ഈസ് ദർ വാട്ടർ ഇൻ എയർ ടു? ഇക്കോ ഫസ്റ്റ് കുട്ടിയെ. രണ്ടാമത്തെ, ഫ്രം വേർ ഡിഡ് ദീസ് വാട്ടർ ഡ്രോപ്ലെറ്റ് ഓൺ ദ ഗ്ലാസ് അപ്പിയർ? ഈസ് ദ ഗ്ലാസ് ബ്രോക്കൺ? ഈ വെള്ളമൊക്കെ എവിടെ നിന്നാണ് ഈ ഡ്രോപ്ലെറ്റ് ഒക്കെ ഇവിടെ വന്നത്? ഇതിൻ്റെ ഉള്ളിലേക്ക് ഗ്ലാസ് എങ്ങാണ്ടോ പൊട്ടിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഈ വെള്ളം ഉള്ളിലേക്ക് കയറിയത്? ഈസ് ദർ വാട്ടർ ഇൻ എയർ ടു? അപ്പോൾ ആ യങ്ങർ ബ്രദർ ചോദിക്കുകയാണ്, ഈ എയറിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടോ? അതാണോ? അപ്പോൾ നമ്മുടെ ഡ്രൈവർക്കാക്ക് എന്താ പറയുന്നത് നോക്കൂ. ദർ ഈസ് നോ ക്രാക്ക് ഇൻ ദ ഗ്ലാസ്. ഗ്ലാസ്സിന് പൊട്ടൊന്നുമില്ല. ദ വാട്ടർ ഈസ് ഫ്രം ദ മോയ്സ്ചർ പ്രസൻറ്റഡ് ഇൻസൈഡ് ദ ബസ്. എന്തുകൊണ്ടാണ്? വെള്ളം നമ്മളെ അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ഗ്ലാസ് പൊട്ടിയിട്ടൊന്നുമില്ല. വാട്ടർ ഈസ് ഫ്രം ദ മോയ്സ്ചർ പ്രസൻറ്റ് ഇൻസൈഡ് ദി ബസ്. അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ കണ്ടൻറ്റ്, വെള്ളത്തുള്ളികൾ പ്രസൻ്റായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ഈ ഗ്ലാസിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഉള്ളതുപോലെ തോന്നുന്നത്. അത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അറ്റ്മോസ്ഫിയറിൽ വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. മഴ പെയ്യുന്ന സമയത്ത് പുറത്ത് നല്ല മഴയാണെങ്കിലും ഉള്ളിലെ ഗ്ലാസ്സിൽ ഇങ്ങനെ വെള്ളം പൊടിഞ്ഞതുപോലത്തെ ചെറിയ ഡ്രോപ്ലെറ്റ് കാണാം, വെള്ളത്തുള്ളികൾ. അതാണ് പറയുന്നത്. ലെറ്റ് us do an experiment to clarify Milan's doubt. ഈ മീനുവിൻ്റെ ഡൗട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും കൂടി പരിശോധിച്ച് നോക്കാം എങ്ങനെയാണ്. ഇനി എന്തൊക്കെ വേണം? മെറ്റീരിയൽ റിക്വയർ എ ഗ്ലാസ് ടംബ്ലർ, ഒരു ഗ്ലാസിൻ്റെ ടംബ്ലർ. ഐസ് ക്യൂബ്സ്, കുറച്ച് ഐസ് ക്യൂബ് എടുക്കുക. പുട്ട് എ ഫ്യൂ ഐസ് ക്യൂബ്സ് ഇൻ എ ഗ്ലാസ് ടംബ്ലർ. ഈ ഗ്ലാസ് ടംബ്ലറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഐസ് ക്യൂബ് ഫില്ല് ചെയ്യുക. ഒബ്സർവ് ദ ഔട്ടർ സർഫസ് ഓഫ് ദി ഗ്ലാസ്. ഇനി ഗ്ലാസിൻ്റെ ഔട്ടർ സർഫസ് നമ്മൾ എന്ത് ചെയ്യുക? വാച്ച് ചെയ്യുക. വാട്ട് ചേഞ്ചസ് ക്യാൻ യു ഒബ്സർവ്? നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് അവിടെ കാണാൻ പറ്റുന്നത്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇതുപോലെ ഗ്ലാസ്സിൽ ഐസ് ഇട്ട് വെച്ചിട്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഗ്ലാസിൻ്റെ പുറത്തെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടാവും വെള്ളത്തുള്ളികൾ, ഇങ്ങനെ ഡ്രോപ്ലെറ്റ് തുള്ളികളായിട്ട് ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഇങ്ങനെ താഴെ വീഴുന്നത്.
ഫ്രം വേർ ഡിഡ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ് അപ്പിയേഴ്സ്? ഉള്ളിൽ ഐസ് ഇട്ടാൽ എന്തുകൊണ്ടാണ് പുറത്തേക്ക് വെള്ളം ഇങ്ങനെ വരുന്നതെന്നാണ് ചോദിക്കുന്നത്. വിച്ച് കമ്പോണൻറ്റ് ഓഫ് എയർ ബിക്കെയിം വാട്ടർ ഡ്രോപ്ലെറ്റ്? ഏതാണ് ഇത് വാട്ടർ ഡ്രോപ്ലെറ്റ് ആവാൻ സഹായിച്ചത്? എയർ കണ്ടെയ്നും വാട്ടർ ഡ്രോപ്ലെറ്റ്. കാരണം എന്താണ്? ഔട്ടർ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്? വാട്ടർ കണ്ടൻറ് ഉണ്ട്. അതുകൊണ്ടാണ് വാട്ടർ പ്രസൻ്റ് ആയ ഈ ഗ്ലാസിൻ്റെ തൊട്ടടുത്തുള്ള അറ്റ്മോസ്ഫിയറിലൊക്കെ വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പുറത്തെ സൈഡിൽ നമ്മൾ വാട്ടർ കാണുന്നത്. അത് ഐസ് ഇട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. ഡസ് എയർ റിക്വയർ സ്പേസ്? എയറിന് സ്പേസ് വേണോ? യെസ്. വി ആർ നോട്ട് ഏബിൾ ടു സീ എയർ. നമ്മൾ എയർ കാണുന്നുണ്ടോ? ഇല്ല, കാണാൻ കഴിയില്ല. ഇഫ് സോ ഡസ് എയർ റിക്വയർ സ്പേസ് ടു? നമ്മൾ കാണാൻ കഴിയുന്നില്ല, അതുകൊണ്ട് സ്പേസ് വേണ്ടി വരുമോ എന്ന് ഈ കുട്ടി ആലോചിക്കുകയാണ്. ശരിക്കും എന്ത് വേണം? സ്പേസ് വേണം. ഓക്കെ, എങ്ങനെ നോക്കാം. ടു ക്ലിയർ വിദൂസ് ഡൗട്ട് ക്യാൻ വി ഡു എൻ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് വേണമെന്ന്, സ്പേസ് വേണോ വേണ്ടതെന്ന്. അതിന് എന്തൊക്കെ വേണം? മെറ്റീരിയൽ റിക്വയേഴ്സ് ബീക്കർ, വാട്ടർ, സ്മോൾ പ്ലാസ്റ്റിക് ബോൾ, ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ടബ്ലർ. ഈ സാധനങ്ങളെല്ലാം വേണം. ഫിൽ ദ ബീക്കർ ഔട്ട് അപ് ടു 3/4 വിത്ത് വാട്ടർ. 3/4 ഭാഗം വെള്ളം നിറക്കുക ഒരു ബീക്കറിൽ. പ്ലേസ് ദ പ്ലാസ്റ്റിക് ബോൾ ഓൺ ദ ടോപ്പ് ഓഫ് ദി വാട്ടർ. ഇനി പ്ലാസ്റ്റിക് ബോൾ അതിൻ്റെ മുകളിലേക്ക് ഇടുക, അതിൻ്റെ മുകളിൽ വെക്കുക. കീപ് ദ പ്ലാസ്റ്റിക് ടബ്ലർ ഇൻവേർട്ടഡ്ലി ആൻഡ് ഫോർമലി ഓൺ ദ ടോപ്പ് ഓഫ് ദി ബോൾ. ഒബ്സർവ് ദ പൊസിഷൻ ഓഫ് ദി ബോൾ. നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു ടബ്ലർ എടുത്തിട്ട്, ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും എടുത്തിട്ട് എന്ത് ചെയ്യുക? അത് തല കുത്തനെ പിടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇൻവേർട്ടഡ് ആയിട്ട് എന്നുവെച്ചാൽ തല കുത്തനെ പിടിച്ചിട്ട് അതിൽ അമർത്തി പിടിക്കുക. ബോളിൻ്റെ മുകളിലേക്ക്, പ്ലാസ്റ്റിക് ബോളിൻ്റെ മുകളെ അമർത്തി പിടിക്കുക. ഒബ്സർവ് ദ പൊസിഷൻ ഓഫ് ദി ബോൾ. അപ്പോൾ നിങ്ങൾക്ക് ബോളിൻ്റെ പൊസിഷന് നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ബോൾ നിൽക്കുന്നത് എന്നുള്ളത്. വാട്ട് ഫോഴ്സ് ദ ബോൾ ടു മൂവ് ടു ദ ബോട്ടം ഓഫ് ദി ബീക്കർ? വാട്ട് ഫോഴ്സ് ദ ബോൾ ടു മൂവ് ടു ദി ബോട്ടം ഓഫ് ദി ബീക്കർ? എന്തോ ഒരു ബലം അതിനെ പിടിച്ച് അതിനെ താഴത്തേക്കാക്കിയില്ലേ? വാട്ട് ഫോഴ്സ് ദ ബോൾ ടു മൂവ് ടു ദി ബോട്ടം ഓഫ് ദി ബീക്കർ? വാട്ട് ക്യാൻ വി ഡു ടു ബ്രിങ് ദ ബോൾ ബാക്ക് ടു ഇറ്റ് ഇനീഷ്യൽ പൊസിഷൻ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ പഴയ സ്ഥാനത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. റൈറ്റ് ഡൗൺ യുവർ അസംഷൻ ആൻഡ് ഇറ്റ്സ് റീസൺ. നിങ്ങളെ അസംഷനും റീസണും ഇവിടെ എഴുതണം. റിപ്പീറ്റ് ദ സെയിം എക്സ്പെരിമെൻറ്റ് യൂസിങ് എ ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ടബ്ലർ ദാറ്റ് ഹസ് ഹോൾ അറ്റ് ഇറ്റ്സ് ബോട്ടം. ഇനി സെയിം എക്സ്പെരിമെൻറ്റ്, ഈ സെയിം എക്സ്പെരിമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യാം? ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്ത സമയത്ത് ഈ പ്ലാസ്റ്റിക് ബോളിലെ മുകളിലേക്ക് ഇൻവേർട്ടഡ് ആയിട്ട് നമ്മൾ വെച്ച ടബ്ലറിൽ ഒരു കുറച്ച് സ്പേസിലും മുകളിലേക്ക് എന്തുന്നില്ല, പന്ത് ഉയരുന്നില്ല. അതിൻ്റെ ഒരു പകുതി വെച്ചിട്ട് ആ പന്ത് അവിടെ നിൽക്കുകയാണ്, പിന്നെ അങ്ങോട്ട് പൊന്തി വരുന്നില്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഗ്ലാസിൻ്റെ ഉള്ളിൽ എയർ ഉണ്ട്. നമ്മൾ ഇൻവെർട്ടഡ് ആയിട്ട് വെക്കുമ്പോൾ ആ ഗ്ലാസ്സിൽ എയർ ഓൾറെഡി ഉണ്ട്. ആ എയർ ഉള്ളൊരു ഗ്ലാസ്സിനെയാണ് ഈ പന്ത് വെച്ചിട്ട് അമർത്തുന്നത്. അപ്പോൾ ആ എയറിന് സ്പേസ് വേണം നിൽക്കാൻ, അതുകൊണ്ടാണ് മുകളിലേക്ക് പൊന്തി വരാത്തത്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യുക? ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് ടബ്ലർ എടുത്തിട്ട് ആ ടബ്ലറിന് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ചെയ്യുക. ഹാഫായിട്ട് ടബ്ലർ വെള്ളം എടുക്കുക, ബോളിടുക, അതിൻ്റെ മുകളിൽ ഗ്ലാസ് അമർത്തി പിടിക്കുക. അപ്പം നേരത്തെ ചെയ്ത എക്സ്പെരിമെൻറ്റിനെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഹോൾസിലൂടെ എന്ത് പുറത്തേക്ക് വരുന്നുണ്ടോ? ബബിൾസ് പുറത്തേക്ക് വരുന്നത് കാണാം. വാട്ട് ഡിഡ് യു ഒബ്സർവ്? ബബിൾസ് കം ഔട്ട് അല്ലേ? Why does the ball move to the bottom of the tumbler in the first experiment? ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ അത് ബോട്ടത്തിൽ തന്നെയായിരുന്നു, താഴെ തന്നെയാണ് നിന്നിരുന്നത് അല്ലേ, മുകളിലേക്ക് വന്നിട്ടില്ല. വൈ ഡസ് ഇറ്റ് മൂവ് അപ്വേർഡ്സ് ഇൻ ദ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ്? സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പം എന്ത് ചെയ്തു? മുകളിലേക്ക് പോന്നു. വാട്ട് ഡിഡ് വി ഡു ഡിഫറെൻറ്റ് ഇൻ ദ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ്? സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൽ എന്ത് മനസ്സിലായി? ആ ഗ്ലാസിൻ്റെ ഉള്ളിലുള്ള എയറൊക്കെ എന്താക്കി? പുറത്തേക്ക് പോരാൻ പറ്റി. അതുകൊണ്ട് ആ പന്ത് മുകളിലേക്ക് ഉയർന്നു. മറ്റേ കേസിലോ അതിനുള്ള ആ ഗ്ലാസ്സിൽ കുറച്ച് എയർ ഉണ്ടായിരുന്നു അല്ലേ, ആ എയറിന് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പന്തിന് മുകളിലേക്ക് ഉയരാൻ പറ്റുന്നില്ല.
when we did so, what moved out from the plastic tumbler? എന്താ മൂവ് ചെയ്യുന്നത്? എയർ ബബിൾസ്. ആഫ്റ്റർ ഡൂയിങ് ദ എക്സ്പെരിമെൻറ്റ് റൈറ്റ് യുവർ ഒബ്സർവേഷൻ. എയർ റിക്വയർസ് സ്പേസ് ടു ഓക്യുപ്പൈ. ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എയറിന് നിൽക്കാൻ സ്ഥലം വേണം. അപ്പോൾ ഗ്ലാസ്സിൽ കുറച്ച് എയർ ഉണ്ടായിരുന്നു. ആ എയർ ഉള്ളത് കൊണ്ടാണ് എന്ത് പൊന്താതിരുന്നത്? നേരത്തെ നമ്മളെ പ്ലാസ്റ്റിക് ബോൾ പൊന്താതിരുന്നത്. ഇനി ഹോൾ ഇട്ടപ്പോൾ അതിലുള്ള എയർ എല്ലാം പുറത്തേക്ക് പോയി. അപ്പോൾ ബോളിന് ഈസി ആയിട്ട് മുകളിലേക്ക് പൊന്താൻ പറ്റി ഗ്ലാസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. ലെറ്റ് us see how this experiment was done in different way in Anu's class. ഇനി നമുക്ക് ഡിഫറെൻറ്റ് വേയിൽ ഇത് ഇനിയും ചെയ്ത് നോക്കാം. Roll a paper and place it halfway inside the glass. Press this glass inverted into a bucket of water. Oh, my paper is wet. My paper is not at all. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഒരു പേപ്പർ റോൾ ചെയ്തിട്ട് പകുതി വരെ എന്ത് ചെയ്യുക? ആ ഗ്ലാസ്സിലേക്ക് വെക്കുക, നടുവിലാക്കിയിട്ട് വെക്കുക. ഏകദേശം നല്ല ചുരുട്ടിയിട്ട് ഒരു നല്ല കട്ടിയിൽ പേപ്പർ എടുത്തിട്ട് ചുരുട്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ പകുതി വെച്ചിട്ട് ഉള്ളിലേക്ക് കയറ്റി വെക്കണ്ട, പകുതി വെച്ചിട്ട് നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഗ്ലാസ്സിനെ തലകുത്തനെ പിടിച്ചിട്ട് വെള്ളത്തിലേക്ക് മെല്ലെ ഡിപ്പ് ചെയ്യുക. ഫുള്ളും ഡിപ്പ് ചെയ്യേണ്ട. ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫസ്റ്റിൽ കാണിച്ച കുട്ടീൻ്റെ എന്തായി? പേപ്പർ ഫുള്ള് നനഞ്ഞു. കാരണം എന്താണ്? പേപ്പറിൽ വെള്ളം ടച്ചായി. അതുകൊണ്ട് പേപ്പർ ഫുള്ള് നനഞ്ഞു. ഓ, മൈ പേപ്പർ ഇസ് വെറ്റ്. അപ്പോൾ അവൾക്ക് സങ്കടമായി. ഇനി മറ്റേ കുട്ടീൻ്റെ നോക്കൂ, രണ്ടാമത്തെ കുട്ടീൻ്റെ മൈ പേപ്പർ ഇസ് നോട്ട് അറ്റ് ഓൾ വെറ്റ്. എൻ്റെ പേപ്പർ നനഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും കാരണം? സെക്കൻഡ് ഗേളിൻ്റെ അതിൽ എന്തുണ്ട്? ഗ്ലാസ്സിൽ ഹോളുണ്ട്. അതുകൊണ്ട് അവളിത് വെള്ളം കുറച്ച് ഡിപ്പ് ചെയ്തപ്പോൾ ആ പേപ്പർ മുകളിലേക്ക് കയറിപ്പോയി. അവിടെയുള്ള എയർ ഹോളിലൂടെ പുറത്തേക്ക് പോയി. ആ പേപ്പർ മുകളിലേക്ക് കയറിപ്പോയി. അതുകൊണ്ട് അവളുടെ ഗ്ലാസ്സിലുള്ള പേപ്പർ നനഞ്ഞിട്ടില്ല. എന്തുള്ളത് കൊണ്ടാണ്? ഗ്ലാസ്സിന് ഹോളുള്ളത് കൊണ്ട്. വൈ ഡിഡ് അനൂസ് പേപ്പർ ഗെറ്റ് വെറ്റ് ആൻഡ് മില്ലീസ് പേപ്പർ നോട്ട് ഗെറ്റ് വെറ്റ്? എന്തുകൊണ്ടാണ്? ഒന്നിന് ഹോൾ ഉണ്ടായിട്ടുണ്ട്, മറ്റേതിന് ഹോളില്ല. അതിൽ നിന്ന് നമുക്ക് വീണ്ടും മനസ്സിലായത് എന്താണ്? എയറിന് സ്പേസ് ഒക്യുപ്പൈ ചെയ്യാൻ വേണം. നേരത്തുള്ള കുട്ടീൻ്റെ ഫസ്റ്റത്തെ കുട്ടീൻ്റെ അനുവിൻ്റെ പേപ്പർ വെറ്റാവാൻ കാരണം അവിടെ മുകളിലേക്ക് കയറി പോകാനുള്ള സ്പേസിൽ എയറുണ്ട്. അപ്പോൾ അതിലേക്ക് പിന്നെ മുകളിലേക്ക് പോവില്ല. മില്ലീൻ്റെത് ആ ഹോളിലൂടെ എയർ പോയി. അതുകൊണ്ട് അതിലേക്ക് ഈസി ആയിട്ട് അത് പേപ്പർ മുകളിലേക്ക് കയറുന്നു. അതുകൊണ്ട് നനഞ്ഞു. ഷേപ്പ് ഓഫ് എയർ. ഹാവിങ് യു സീൻ ബലൂൺസ് ഫിൽഡ് വിത്ത് എയർ യൂസ്ഡ് ആസ് എ ഡെക്കറേഷൻ for birthday celebration? When filled with air, what happened to the shape of the balloons? Is the shape of the air the same in each alphabet? Does air have definite shape? No. ഇപ്പോൾ നിങ്ങൾ ആ ബലൂൺസ് കണ്ടില്ലേ? ഈ ബലൂൺസിൽ നിങ്ങൾ ഏത് ഷേപ്പിലുള്ള ഏത് അക്ഷരത്തിലുള്ള ബലൂൺസിലാണോ എയർ നടക്കുന്നത് വെച്ചാൽ അതിൽ ആ രീതിയിൽ ആ ഷേപ്പിൽ അത് ഫില്ലാവും. ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് ബലൂൺസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തതാണ്. ഈ എച്ചിലും എയിലും പിയിലൊക്കെ എന്ത് നിറച്ചിട്ടുണ്ട്? എയർ നിറച്ചിട്ടുണ്ട്. എച്ചിൻ്റെ ഷേപ്പിൽ ആ എച്ചിൽ കിടക്കും എയർ, എൻ്റെ ഷേപ്പിൽ എൻ്റെ രീതിയിൽ അതിൽ കിടക്കും എയർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാം? എയറിന് ഒരു പ്രത്യേക ഷേപ്പില്ല. ലിക്വിഡിൻ്റെ അതേപോലെ തന്നെയാണ് എയറിന് ഷേപ്പില്ല. പക്ഷേ സോളിഡിന് എന്തുണ്ട്? നമുക്ക് ഷേപ്പുണ്ട്. ലിക്വിഡിനും എയറിനും ഷേപ്പില്ല. നോ ഡെഫിനിറ്റ് ഷേപ്പ്. Write down your observation in environmental science diary. Does air have weight? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വെയിറ്റ് ഉണ്ടോ? നോക്കാം. There is air around us. It does not have any weight. ഇത് വെയിറ്റ് ഇല്ലാന്ന് തോന്നുന്നു. Air has weight. നിങ്ങളെന്ത് പറഞ്ഞു? എയറിന് വെയിറ്റ് ഉണ്ട്. ശരിക്കും ഏതാണ് ശരി? എയർ ഹാസ് വെയിറ്റ്. എങ്ങനെയൊക്കെയാണ് വെയിറ്റ് വരുന്നതെന്ന് നോക്കാം. Listen to the dialogue in the picture. To whose opinion do you agree? ആരുടെ ഒപ്പീനിയൻ നമ്മൾ അഗ്രി ചെയ്യുന്ന? ഗേളിൻ്റെ ഒപ്പീനിയനാണ് അല്ലേ? റൈറ്റ് ഡൗൺ യുവർ ഒപ്പീനിയൻ ഇൻ എൻവയോൺമെൻറ്റൽ സയൻസ്. ഹൗ ക്യാൻ വി പ്രൂവ് ദാറ്റ് എയർ ഹാസ് വെയിറ്റ്? നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? എങ്ങനെ തെളിയിക്കാൻ പറ്റും? ഷാൾ വി ഡു എൻ എക്സ്പെരിമെൻറ്റ്? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യണം. എങ്ങനെ ചെയ്യാം? മെറ്റീരിയൽ റിക്വയർഡ് 2 balloons, thread, a small stick. ഒരു സ്റ്റിക്ക് എടുക്കുക, ഒരു കമ്പ് എടുക്കുക, 2 ബലൂൺ എടുക്കുക, ത്രെഡ് എടുക്കുക. കറക്റ്റ് ഒരേ സൈസുള്ള ബലൂൺ എടുക്കണേ. എന്നിട്ട് അതിൻ്റെ 2 അറ്റത്തും ഊതി വീർപ്പിച്ചിട്ട് കെട്ടുക.
ഇൻഫ്ലേറ്റ് 2 ബലൂൺസ് ആൻഡ് ടൈ ദെയർ മൗത്ത്. അവിടെ വായ്ഭാഗം കെട്ടുക. ടൈ ഈച്ച് ബലൂൺ ഓൺ ഐദർ എൻഡ്സ് ഓഫ് എ ലോങ് ആൻഡ് തിൻ സ്റ്റിക്ക്. രണ്ടറ്റത്തും കെട്ടുക. ടൈ എ ത്രെഡ് ടു ദ മിഡിൽ ഓഫ് ദി സ്റ്റിക്ക് ആൻഡ് ബാലൻസ് ദ ബലൂൺ ഓൺ ഇറ്റ്. ഇനി എന്ത് ചെയ്യുക, നടുവിൽ കറക്റ്റ് നടുവിൽ തന്നെ എന്ത് ചെയ്യുക, ഒരു നൂല് കെട്ടിയിട്ട് നിങ്ങളെ കൈ കൊണ്ട് പിടിക്കുക. പിക്ക് വൺ ഓഫ് ദി ബലൂൺസ് വിത്ത് എ പിൻ ബ്രേക്ക് വൺ ഓഫ് ദി ബലൂൺസ് വിത്ത് എ പിൻ ടു റിലീസ് ദ എയർ ഇൻസൈഡ് ഇറ്റ്. ഇതിൻ്റെ ഉള്ളിലുള്ള എയർ പോക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നെടുത്തിട്ട് ഒരു ബലൂണിന് ഒരു കുത്തം കൊടുക്കുക. What happened? The balloons without air come up and the balloon with air have come downwards. നമുക്ക് എന്ത് ഒബ്സർവ് ചെയ്യാം, ബലൂണിൽ കാറ്റ് ഇല്ലാത്ത സൈഡ് പൊന്തിയിരിക്കും, കാറ്റുള്ള ബലൂണ് സൈഡ് ഡൗൺവേർഡ്സ് ആയിട്ടും കിടക്കും. ഇപ്പോൾ കറക്റ്റ് പൊസിഷനിലുള്ള ബലൂണ് രണ്ട് സൈഡിലും തുല്യ രീതിയിൽ നിൽക്കുകയാണ്. ഒന്ന് പൊട്ടിച്ചു, അപ്പോൾ ആ സൈഡ് പൊന്തും, എന്തുള്ള എയറുള്ള സൈഡ് താഴുകയും ചെയ്യും. പ്ലീസ് ഫോളോ ദ സ്റ്റെപ്സ് ഓഫ് റൈറ്റിംഗ് ആൻ എക്സ്പെരിമെൻറ്റ് നോട്ട്. നിങ്ങളുടെ നോട്ടിൽ എഴുതണേ. എങ്ങനെ എഴുതാം? ഫസ്റ്റ് നെയിം ഓഫ് ദി എക്സ്പെരിമെൻറ്റ്. എന്താണ് എക്സ്പെരിമെൻറ്റിൻ്റെ പേര്? ടു ഫൈൻഡ് ഔട്ട് ദ വെയ്റ്റ് ഓഫ് എയർ അല്ലേ? ഫൈൻഡ് ഔട്ട് എയർ വെയ്റ്റ്. എയർ ഹാവ് വെയ്റ്റ് അങ്ങനെ എഴുതാം. നെയിം ഓഫ് ദി എക്സ്പെരിമെൻറ്റ് എയർ ഹാവ് വെയ്റ്റ്. എയിം എന്താണ്? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ടു ഫൈൻഡ് ഔട്ട് വെയ്റ്റ് ഓഫ് എയർ. ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ എയിം, ലക്ഷ്യം. മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടത്? 2 ബലൂൺസ്, ത്രെഡ്, എ സ്മോൾ സ്റ്റിക്ക്. പ്രൊസീജിയർ നമ്മൾ നിങ്ങൾ പറഞ്ഞു. ഇൻഫ്ലേറ്റ് 2 ബലൂൺസ് ആൻഡ് ടൈ ദെയർ മൗത്ത്. ടൈ ഈച്ച് ബലൂൺ ഓൺ ഐദർ എൻഡ് ഓഫ് ദി ലോങ് ആൻഡ് തിൻ സ്റ്റിക്ക്. ടൈ ത്രെഡ് ടു ദി മിഡിൽ ഓഫ് ദി സ്റ്റിക്ക് ആൻഡ് ബാലൻസ് ദ ബലൂൺ ഓൺ ഇറ്റ്. ബ്രേക്ക് one of the balloons with a pin to release the air inside it. ഇതാണ് പ്രൊസീജിയർ. ഇനി ഒബ്സർവേഷൻ ആൻഡ് ഫൈൻഡിങ്സ്. എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? എന്താണ്? നിങ്ങൾ the balloon has no air come upwards and the balloon with air come downwards. ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ നിന്ന് എന്ത് കൺക്ലൂഷനിലെത്താം? വി ഫൗണ്ട് ദാറ്റ് എയർ ഹാവ് വെയ്റ്റ്. വെയ്റ്റ് ഉള്ളത് കൊണ്ടാണല്ലോ ആ സൈഡ് മാത്രം താഴ്ന്നത്. ദ പവർ ഓഫ് എയർ. അപ്പോൾ എയറിന് എന്തുണ്ട്? പവറുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. ലെറ്റ് us ഡു ആൻ എക്സ്പെരിമെൻറ്റ്. ചെയ്യണം. എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ എന്തെല്ലാം ആവശ്യമുണ്ട്? മെറ്റീരിയൽസ് റിക്വയർഡ്. മേസൺ പൈപ്പ് എന്ന് വെച്ചാൽ നമ്മളെ തേപ്പ് പണിക്കാരൊക്കെ യൂസ് ചെയ്യുന്ന വാട്ടർ ലെവൽ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പൈപ്പ് ഉണ്ട്. അതിനാണ് എന്ത് പറയുന്നത്? മേസൺ പൈപ്പ്. ആൻ എംപ്റ്റി മിൽക്ക് കവർ. ഇനി ഒഴിഞ്ഞൊരു മിൽക്ക് കവർ. ബുക്സ്, ത്രെഡ് മീൻസ് നൂല്. ഇൻസേർട്ട് എ മേസൺ പൈപ്പ് ത്രൂ ദ സ്മോൾ ഹോൾ ഓഫ് ആൻ എംപ്റ്റി മിൽക്ക് കവർ ആൻഡ് ടൈ ഇറ്റ് വിത്ത് എ ത്രെഡ്. ഇപ്പം നിങ്ങൾ മേസൺ പൈപ്പ് ചെറിയൊരു ഹോളിലൂടെ ഈ മിൽക്ക് കവറിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് അത് ടൈറ്റാക്കി കെട്ടുക. അതിൽ നിന്ന് എയർ പുറത്തേക്ക് പോരാത്ത രീതിയിൽ ടൈറ്റാക്കി കെട്ടിയിട്ട് പ്ലേസ് ചെയ്യുക ടേബിളിൻ്റെ മുകളിൽ. പ്ലേസ് എ ബുക്ക് അബോ ദി കവർ. ഇനി ഒരു പുസ്തകം ഈ കവറിൻ്റെ മുകളിൽ വെക്കുക. ബ്ലോ എയർ ഇൻ ടു ദ കവർ ത്രൂ ദ മേസൺ പൈപ്പ്. ചിത്രത്തിൽ കാണുന്നത് പോലെ മേസൺ പൈപ്പിലേക്ക് നിങ്ങൾ ഊതുക. അപ്പോൾ എയർ എവിടെ ഫില്ലായി തുടങ്ങും? നമ്മുടെ മിൽക്ക് കവറിൻ്റെ ഉള്ളിലേക്ക് ഫില്ലായി തുടങ്ങും. വാട്ട് ഡിഡ് യു ഒബ്സർവ്? നിങ്ങൾക്ക് എന്താ ഒബ്സർവ് ചെയ്യാം? ഈ മിൽക്ക് കവർ വീർത്ത് വരുന്നത് കാണാം. ലെറ്റ് us കണ്ടിന്യൂ ദ എക്സ്പെരിമെൻറ്റ് ബൈ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ബുക്സ്. കുറച്ച് പുസ്തകങ്ങൾ കൂടുതൽ പുസ്തകങ്ങൾ വെച്ച് നോക്കും അതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഫോഴ്സ് എടുത്തിട്ട് എയർ അതിലേക്ക് ഫിൽ ചെയ്യണം. ഹൗ മെനി ബുക്സ് ക്യാൻ ബി ലിഫ്റ്റഡ്? എത്ര പുസ്തകങ്ങൾ ലിഫ്റ്റ് ചെയ്യാൻ കഴിയും? അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? നിങ്ങളുടെ യൂസ് ചെയ്യുന്ന മിൽക്കിൻ്റെ കവറിനെയും കപ്പാസിറ്റീനെയും നിങ്ങൾ ഊതുന്ന ഫോഴ്സ്, അതിൽ ഫില്ല് ചെയ്യുന്ന എയർ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് എത്രമാത്രം പുസ്തകങ്ങൾ അതിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്യാമെന്നുള്ളത്. റൈറ്റ് ഡൗൺ യുവർ ഗെസ്. Place more books and blow air strongly through the mason pipe. What is your observation? From this, what inference can you arrive at? Do the experiment and write down conclusion in EVS book. കൂടുതൽ എയർ കൂടുതൽ ഫില്ല് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ പുസ്തകങ്ങൾ വെക്കാം. അതാണ് നമുക്ക് ഇന്ന് ഈ അസംഷനിലെത്താൻ പറ്റുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എയറിനും എന്തുണ്ട്?
ഒരു പവറുണ്ട്. എയറിന് ശക്തിയുള്ളത് കൊണ്ടല്ലേ എയർ ഇത്രയും പുസ്തകങ്ങളെയൊക്കെ അതെന്ത് ചെയ്യുന്നത്, താങ്ങി നിർത്താൻ കഴിയുന്നത് അല്ലേ. ഇൻ വിച്ച് സ്റ്റേറ്റ് ഡസ് എയർ എക്സിസ്റ്റ്? എയർ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്? ഗ്യാസസ് ആയിട്ടാണ് അല്ലേ. എയർ എക്സിസ്റ്റ് ഇൻ ഗ്യാസസ് സ്റ്റേറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ 3 സ്റ്റേറ്റുകൾ പഠിച്ചു, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ദ ബലൂൺ സീ റൈസിങ് അപ്പ് ഇൻ പാർക്സ് ആൻഡ് ബീച്ചസ് ഇൻ ഫിൽഡ് വിത്ത് ഗ്യാസ്. ഫൈൻഡ് ഔട്ട് വിച്ച് ഗ്യാസ് ഇറ്റ് ഈസ്. നിങ്ങളെ പാർക്കുകളിലും ബീച്ചുകളിലൊക്കെ ബലൂൺ ഇങ്ങനെ പൊന്തി പോകുന്നത് കാണാം. ഇതിൽ നിറക്കുന്ന ഗ്യാസ് ഏതാണ്? ഹൈഡ്രജനോ ഹീലിയോ പോലത്തെ ഗ്യാസുകളാണ് സാധാരണ നിറക്കാറുള്ളത്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ്? നമ്മൾ ഈ ബോക്സുകളിൽ എന്ത് ഫില്ല് ചെയ്യണം? ഗ്യാസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും. ഫസ്റ്റ് ഡെഫിനിഷൻ, നോ ഡെഫിനിറ്റ് ഷേപ്പ്. ഗ്യാസിന് ലിക്വിഡിനെ പോലെ തന്നെയാണ്, നോ ഡെഫിനിറ്റ് ഷേപ്പ്. ഇനി അടുത്ത പോയിന്റ് എന്താണ്? ഹാസ് പവർ. ഗ്യാസിന് എന്തുണ്ട്? പവറുണ്ട്. ഗ്യാസ് മീൻസ് ഇവിടെ എയർ. എയറിന് എന്തുണ്ട്? പവറുണ്ട്. ഹാസ് വെയിറ്റ്. എയറിന് എന്തുണ്ട്? വെയിറ്റും ഉണ്ട്. സ്പേസ് നീഡ് ടു ഓക്യുപ്പൈ. അവൾക്ക് താമസിക്കാൻ അല്ലെങ്കിൽ അവൾക്ക് നിലനിൽക്കാൻ എന്ത് വേണം? സ്പേസ് വേണം. യു ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ദ 3 സ്റ്റേറ്റ് ഓഫ് മാറ്റർ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഷേപ്പ്, വെയിറ്റ്, സ്പേസ് ടു ഓക്യുപ്പൈ. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അവിടെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസിന് സെപ്പറേറ്റ് ചെയ്ത് അതിൽ ഓരോന്നിൻ്റെയും ഷേപ്പ് എങ്ങനെയാണ്, വെയിറ്റ് എങ്ങനെയാണ് വരിക, സ്പേസ് ടു ഓക്യുപ്പൈ എന്നുള്ളത് നമ്മൾ ഇത്രയും കാലം പഠിച്ച മുഴുവൻ പോയിന്റ്സും ഇവിടെ ബോക്സിൽ കംപ്ലീറ്റ് ചെയ്യുക. എന്താണ് ഷേപ്പ്? സോളിഡിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ഡെഫിനിറ്റ് ഷേപ്പ്. ലിക്വിഡിന് നോ ഡെഫിനിറ്റ് ഷേപ്പ്. ഗ്യാസിനും സെയിം, നോ ഡെഫിനിറ്റ് ഷേപ്പ്. വെയിറ്റ് എന്താണ്? സോളിഡിനും വെയിറ്റ് ഉണ്ട്, ലിക്വിഡിനും വെയിറ്റ് ഉണ്ട്, ഗ്യാസിനും വെയിറ്റ് ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും വെയിറ്റ് ഉണ്ട്. ഹാസ് വെയിറ്റ്. സ്പേസ് ടു ഓക്യുപ്പൈ. എല്ലാവർക്കും എന്ത് വേണം? സ്പേസ് വേണം. ടു ഓക്യുപ്പൈ. നീഡഡ് സ്പേസ് ടു ഓക്യുപ്പൈ ഫോർ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഇനി അടുത്തത്, നമുക്ക് ഈ സോളിഡ്സും ലിക്വിഡ്സും ഗ്യാസും ഒരേ ഒബ്ജക്റ്റിനെ തന്നെ ഡിഫറെൻറ്റ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് പഠിക്കാനുണ്ട്. അതാണ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ഫസ്റ്റ് യു കൺസിഡർ ഐസ് ആൻഡ് വാട്ടർ ആർ ഓഫ് ദ സെയിം മെറ്റീരിയൽസ്. ഐസും വാട്ടറും എന്ന് പറഞ്ഞാൽ സെയിം മെറ്റീരിയൽ. നിങ്ങൾ വെള്ളം എടുത്ത് ഫ്രിഡ്ജ് വെച്ചാൽ എന്തായി? ഐസായി. അപ്പോൾ അത് രണ്ടും ഒരേ സാധനമാണ്, ഒരേ സെയിം മെറ്റീരിയലാണ്. ക്യാൻ ഹോൾഡ് ഐസ് ഇൻ മൈ ഹാൻഡ്സ് ബട്ട് കാൺട്ട് ഹോൾഡ് വാട്ടർ. എൻ്റെ കയ്യിൽ ഐസ് നമുക്ക് പിടിക്കാൻ പറ്റും, പക്ഷേ വെള്ളം നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റില്ല. കാരണം വെള്ളം ഒരു ലിക്വിഡ് ഫോമിലാണ്, അഥവാ ദ്രാവകാവസ്ഥയിലാണ്. ഐസോ അതൊരു ഖരാവസ്ഥയിലാണ്, സോളിഡ് ഫോമിലാണ്. അതുകൊണ്ട് അത് പിടിക്കാൻ പറ്റും, വെള്ളം നമുക്ക് പിടിക്കാൻ പറ്റില്ല. ഇനി അടുത്തത്, ലിസൺ ടു അനൂസ് ഡൗട്ട്. വാട്ട് ഈസ് യുവർ റെസ്പോൺസ്? പ്ലേസ് ആൻ ഐസ് ക്യൂബ് ഇൻ എ വെസൽ. ഒബ്സർവ് ആഫ്റ്റർ സം ടൈം. വാട്ട് ചേഞ്ചസ് ഡു യു സീ? നിങ്ങൾ അനുവിൻ്റെ ഡൗട്ടുകൾ നമുക്കിവിടെ ക്ലിയർ ചെയ്യാം. എങ്ങനെ? നിങ്ങളൊരു ഐസ് എടുക്കുക, പാത്രത്തിൽ വെച്ചാൽ അതെന്തായി? ഉരുകിയിട്ട് വീണ്ടും വെള്ളമാവും. വെള്ളത്തിനെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ വീണ്ടും ഐസാവും. അപ്പോൾ സെയിം മെറ്റീരിയൽസിന് എന്തൊക്കെ ഫോം വന്നു? ഒന്ന് വെള്ളം, ലിക്വിഡ് ഫോമാണ്. അതിൻ്റെ സോളിഡ് ഫോം എന്താണ്? ഐസ്. ഇനി ഈ സെയിം വെള്ളത്തിന് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ പിക്ചറിൽ കാണുന്നില്ലേ? തിളപ്പിച്ച് കഴിഞ്ഞാൽ എന്തായി മാറും? അത് ആവിയായിട്ട് പൊന്തിപ്പോവും. അപ്പോൾ വെള്ളം എന്തായി മാറും? ഗ്യാസ് ഫോമിൽ എയറിലേക്ക് പോവും അല്ലേ. അപ്പോൾ വെള്ളത്തിന് ലിക്വിഡായും കിട്ടി, സോളിഡായും കിട്ടി, നമുക്ക് ഗ്യാസ് ഫോമിലും കിട്ടി. സിമ്പിൾ എക്സ്പെരിമെൻ്റ് അല്ലേ. വാട്ട് ഡു യു ഒബ്സർവ് ഇൻ ഈച്ച് പിക്ചർ? വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദി മാറ്റർ ഇൻ ഈച്ച് പിക്ചർ? ഫസ്റ്റ് ഐസ്, അത് നമുക്ക് എന്ത് പറയാം? അത് സോളിഡ് ഫോമിലാണ്. വാട്ടർ ആകുമ്പോൾ അത് നമുക്ക് ലിക്വിഡ് ഫോമിലാണ്. സ്റ്റീം ആകുമ്പോൾ, നീരാവി ആകുമ്പോൾ അല്ലെങ്കിൽ ആവി ആകുമ്പോൾ അതിനെന്ത് പറയാം? ഗ്യാസ് അല്ലെങ്കിൽ എയർ, ഗ്യാസ് ഫോം. ഇനി ഐസ്, വാട്ടർ, സ്റ്റീം, അത് നമുക്ക് വേറെ രീതിയിലും പറയാം വാട്ടർ വേപ്പർ, ബാഷ്പങ്ങൾ അല്ലേ. ആർ ദ 3 ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദി സെയിം സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ തന്നെ വ്യത്യസ്ത രൂപങ്ങൾ. വാട്ട് ഈസ് ദാറ്റ് സബ്സ്റ്റൻസ്? വാട്ടർ. ക്യാൻ വാട്ടർ ബി ചേഞ്ച്ഡ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ? യെസ്. നമുക്ക് വെള്ളത്തിനെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ പറ്റിയില്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? യെസ്. ടേക്ക് സം ഐസ് ക്യൂബ് ഇൻ എ ബീക്കർ ആൻഡ് ഹീറ്റ് ഇറ്റ് ആസ് ഷോൺ ഇൻ പിക്ചർ. പിക്ചറിൽ കാണിക്കുന്നത് പോലെ നമ്മൾ ഹീറ്റ് ചെയ്യാം. വാട്ട് ആർ ദ ചേഞ്ചസ് യു സീ ഇൻ? വാട്ട് ഹാപ്പൻസ് ഇഫ് ഹീറ്റഡ് അഗെയിൻ? സെയിം. അതെന്തായി മാറും? ഐസ്
ഉരുകി ഫസ്റ്റ് വെള്ളമാവും, പിന്നെ അതെന്താവും, സ്റ്റീമാവും. ക്യാൻ വാട്ടർ വേപ്പർ ബി കൺവേർട്ടഡ് ബാക്ക് ടു ഐസ് അഗെയിൻ? കഴിയുമോ എന്ന് ചോദിച്ചു. നിങ്ങളോട് എന്താ ചോദിക്കുന്നത്? സ്റ്റീമിനെ നമുക്ക് വീണ്ടും വെള്ളമാക്കാൻ പറ്റും. നിങ്ങൾ തിളപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു ലിഡ് വെക്കുക, മൂടി വെക്കുക വെള്ളം തിളപ്പിക്കുമ്പോൾ. അപ്പോൾ ഈ ഐസ് ഉരുകി വെള്ളമായി അത് നീരാവിയായി പൊന്തിയിട്ട് ആ മൂടിയിൽ തട്ടിയിട്ട് തണുത്തിട്ട് തിരിച്ച് എന്തായി മാറും? വെള്ളമായി മാറും. വെള്ളത്തിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഐസാക്കാം. അപ്പോൾ ഈ വെള്ളം 3 കേസിലേക്കും സോളിഡായി, ലിക്വിഡായി, ഗ്യാസായി, തിരിച്ച് ഗ്യാസായി, ലിക്വിഡായി, ഐസാക്കാം. ഇങ്ങനെ 3 രീതിയിലും നമുക്ക് വെള്ളത്തിന് ചെയ്യാം. Can water vapor be converted back to ice again? Yes. What needed to be done for that? അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ താഴെ കാണിക്കുന്ന ടേബിളിലുള്ളത് പോലെ പ്രോസസ്സ് ചെയ്യണം. ഈ ഫ്ലോ ചാർട്ട് നോക്കൂ. ഐസിനെ ഹീറ്റ് ചെയ്തു, വെള്ളമാക്കി, വെള്ളത്തിനെ ഹീറ്റ് ചെയ്തു, വാട്ടർ വേപ്പർ മീൻസ് സ്റ്റീം. ഈ വാട്ടർ വേപ്പറിനെ നമ്മൾ തണുപ്പിക്കുക, കൂൾ ചെയ്യുക. വാട്ടറായി മാറി, വാട്ടർ വേപ്പർ വാട്ടറായി മാറി, എന്നിട്ട് അതിനെ വീണ്ടും കൂൾ ചെയ്താൽ ഐസായി മാറി. ഇതേ പ്രോസസ്സ് പറ്റുന്ന വേറെ സാധനം ഉണ്ടല്ലോ, കോക്കനട്ട് ഓയിൽ ഈസ് അനദർ ലിക്വിഡ്. ക്യാൻ ദിസ് ഓൾസോ ബി കൺവേർട്ടഡ് ഇൻ ടു ദി സ്റ്റേറ്റ്? യെസ്, നമുക്ക് ഇതുപോലെ കോക്കനട്ട് ഓയിലിനെയും കൺവേർട്ട് ചെയ്യാം. റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് ചേഞ്ചസ് ദി സ്റ്റേറ്റ് അപ്പോൺ ഹീറ്റിംഗ്. ഇതുപോലെ നിങ്ങൾക്ക് മറ്റുള്ള കോക്കനട്ട് ഓയിൽ പോലെ തന്നെ വേറെ കുറേ വസ്തുക്കളെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഇതുപോലെ ചേഞ്ച് ചെയ്യാം. ഗീ, നെയ്യിനെ നമുക്ക് ഉരുക്കാം, അതിനെ വീണ്ടും എന്താക്കാം? കട്ടിയുള്ളതാണ് ഗീ. ഇനി ഉരുക്കിയാലും അത് നെയ്യ് ഓയിൽ പോലെയാവും. ആ ഓയിലിനെ വീണ്ടും സ്റ്റീം ചെയ്താൽ, വീണ്ടും ചൂടാക്കിയാൽ അത് സ്റ്റീമായി മാറും. ഇത് ഒരുവിധം എല്ലാ ലിക്വിഡ് സബ്സ്റ്റൻസും പറ്റും. വാട്ടർ, ഓയിൽസ്, മിൽക്ക്, ഇവയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? തണുപ്പിച്ച് ഐസാക്കാം. അതിന് പുറത്ത് വെച്ചിട്ട് നോർമൽ ടെമ്പറേച്ചറിലോ അല്ലാതെയോ നമുക്കത് ലിക്വിഡാക്കാം. ആ ലിക്വിഡിനെ വീണ്ടും ചൂടാക്കിയാൽ എന്തായി മാറും? ഗ്യാസായി മാറും. ഈ പറഞ്ഞ വാട്ടർ, ഓയിൽ, മിൽക്ക്, ഗീ ഇതെല്ലാം. നെക്സ്റ്റ് മെർക്കുറി. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും പറഞ്ഞുതരാം. ജനറലി മോസ്റ്റ് മെറ്റീരിയൽ സീ ഇൻ സോളിഡ് സ്റ്റേറ്റ്. ഭൂമിയിലുള്ള 3/4 എന്നല്ല, ഒരു 98% മെറ്റൽസ് ആയിട്ടാണ് സോളിഡ് ഫോമിലാണ് കാണുന്നത്. നമുക്കറിയുന്ന മെറ്റൽസ് ഏതൊക്കെയാണ്? ചെമ്പ്, ഇരുമ്പ്, സ്വർണം, വെള്ളി, പ്ലാറ്റിനം. ഈ പറഞ്ഞ ഒരുവിധം എല്ലാ മെറ്റൽസും എങ്ങനെയാണ്? സോളിഡ് സ്റ്റേറ്റിലാണ്, ഖരവസ്തുക്കളായിട്ട്, കട്ടിയുള്ള വസ്തുക്കളായിട്ടാണ് നമ്മൾ കാണുന്നത്. ബട്ട് മെർക്കുറി ഈസ് എ മെറ്റൽ ദാറ്റ് ഈസ് സീൻ ഇൻ ലിക്വിഡ് ഫോർ അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ മെർക്കുറി ഏത് രീതിയിലാണ് കാണുന്നത്? ലിക്വിഡ് ഫോമിലാണ്. അതാണ് മെർക്കുറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നോർമൽ ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചർ, നമ്മളിപ്പോൾ ഇവിടെ ഉള്ള നോർമൽ ടെമ്പറേച്ചറിൽ മെർക്കുറി ലിക്വിഡ് ഫോമിലാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ തെർമോമീറ്റർ ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ ടെമ്പറേച്ചർ. അത് നമ്മൾ എന്തിലാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്? തെർമോമീറ്ററിലാണ് അതുകൊണ്ട് മെർക്കുറി ഉപയോഗിക്കുന്നത്. തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അത് ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. ആസ് അറ്റ് ദ സെയിം റേറ്റ്, നോക്കാം, എല്ലാ വസ്തുക്കളും ഒരേ അളവിലാണോ എന്ത് ചെയ്യുന്നത്? ചൂടാവുന്നതും തണുക്കുന്നതും നീരാവുന്നത്. ഹാവിൻ യു നോട്ടീസ് ദാറ്റ് വെറ്റ് ക്ലോത്ത് ബിക്കം ഡ്രൈ ആഫ്റ്റർ സം ടൈം? വാട്ട് ഹാപ്പൻ ടു ദ വാട്ടർ ഇൻ ദ ക്ലോത്ത്സ്? വാട്ട് കുഡ് ബി ദ റീസൺ? എന്താ ചോദിച്ചത്? നിങ്ങൾ നനഞ്ഞ ഡ്രസ്സ് പുറത്ത് ഉണക്കാൻ വെക്കുകയാണെങ്കിൽ വി ക്ലോത്ത് ബിക്കം ഡ്രൈ ആഫ്റ്റർ സം ടൈം. യെസ്. വാട്ട് ഹാപ്പൻ ടു ദ വാട്ടർ ഇൻ ദ ക്ലോത്ത്സ്? ആ ക്ലോത്തിലുള്ള വെള്ളമൊക്കെ എന്തായിപ്പോയി? അത് സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായി മുകളിലേക്ക് പോയി. അതുകൊണ്ടാണ് നമ്മൾ ഡ്രസ്സ് എന്ത് ചെയ്യുന്നത്? ചൂട് കിട്ടിക്കഴിഞ്ഞാൽ ഉണങ്ങുന്നത്. അത് എന്തായി? വേപ്പറായിട്ടാണ് പോകുന്നത്. വാട്ടർ ഇൻ ദ ഡ്രസ് ഇവോപ്പറേറ്റഡ്. ഡു ഓൾ ലിക്വിഡ്സ് ബിക്കം വേപ്പർ? എല്ലാ ലിക്വിഡ്സിനെയും നമുക്ക് വേപ്പറൈസ് ചെയ്യാൻ പറ്റുമെന്ന്. മിക്കവാറും എല്ലാ ലിക്വിഡ്സിനെയും നമുക്ക് വേപ്പറൈസ് ചെയ്യാൻ പറ്റും. നെയിം ദ പ്രോസസ് ബൈ വിച്ച് ലിക്വിഡ് ബിക്കം വേപ്പർ. ഇനി ഇങ്ങനെ നീരാവിയായി പോകുന്ന ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇവോപ്പറേഷൻ. ഒരു നനഞ്ഞ വസ്തുവോ അല്ലെങ്കിൽ വെള്ളമോ ഇങ്ങനെ നീരാവിയായിട്ട് മുകളിലേക്ക് പോകും. ഇങ്ങനെ നീരാവിയായിട്ട് ചൂട് ലഭിക്കുമ്പോൾ നീരാവിയായിട്ട് മുകളിലേക്ക് പോകുന്ന ഈ പ്രക്രിയയാണ് ഇവോപ്പറേഷൻ. ദ പ്രോസസ് ബൈ വിച്ച് ലിക്വിഡ് ബിക്കം വേപ്പർ ഈസ് നോൺ ആസ് ഇവോപ്പറേഷൻ. ഡു ഓൾ ലിക്വിഡ്സ് വേപ്പറൈസ് അറ്റ് ദ സെയിം റേറ്റ്? നോ. എല്ലാ ലിക്വിഡ്സും സെയിം റേറ്റിലാണോ ചെയ്യുന്നത്? അല്ല. നമുക്ക് ഗീ, മിൽക്ക്, ഓയിൽസ്, ഹണി ഇവയെല്ലാം
വാട്ടറിൻ്റെ അത്ര സ്പീഡിൽ എന്താവില്ല, ഇവോപ്പറേഷൻ നടക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇവോപ്പറേഷൻ്റെ റേറ്റ് സെയിം അല്ല. നോ. Do a simple project to find out the difference in the rate of evaporation of the liquid you are familiar with and present it in class. We can use liquid like milk, coconut oil, water, sanitizer, etc. Using a dropper, take 5 drops of each liquid in an identical container. Keep them all open in the same place and observe. ഈ പറഞ്ഞ മിൽക്ക്, കോക്കനട്ട് ഓയിൽ, വാട്ടർ, സാനിറ്റൈസർ ഇവയെല്ലാം ഓരോ തുള്ളികളാക്കിയിട്ട് ചെറിയ കുഞ്ഞു പാത്രത്തിലാക്കിയിട്ട് നിങ്ങൾ വെയിലത്ത് കൊണ്ടുവെക്കുക. ഒരേപോലെയുള്ള വലുപ്പമുള്ള ഒരേപോലത്തെ പാത്രത്തിലാക്കിയിട്ട് വെയിലത്ത് കൊണ്ടുവച്ചാൽ ഇവ കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ അന്നോ വെയിലിൻ്റെ ചൂടനുസരിച്ചിട്ട് ഇവ ഇവോപ്പറേറ്റ് ചെയ്യും. ഇവോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇവോപ്പറേറ്റ് ചെയ്യൽ എന്തെന്നായിരിക്കും, നമ്മളെ വാട്ടർ ആയിരിക്കും. ബാക്കിയുള്ള ഇവോപ്പറേറ്റ് ചെയ്യും, പക്ഷേ അതിൻ്റെ ചിലപ്പോൾ അന്ന് പറ്റില്ല എന്നൊരു അടുത്ത ദിവസമായിരിക്കും. അങ്ങനെ വ്യത്യാസം ഉണ്ടാവും. The object around us exists in 3 states: solid, liquid and gas. The same substance may be found in more than one state. മിക്കവാറും നമ്മൾ കാണുന്ന സബ്സ്റ്റൻസ് ഒക്കെ ഒരു ഫോമിൽ മാത്രമല്ല 3 ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വാട്ടർ തന്നെ ഏറ്റവും എക്സാമ്പിൾ. സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലൊക്കെ എക്സിസ്റ്റ് ചെയ്യും. ദ സെയിം സബ്സ്റ്റൻസ് മേ ബി ഫൗണ്ട് ഇൻ മോർ ദാൻ വൺ സ്റ്റേറ്റ്. ദേ ആർ സർട്ടൻ കോമൺ പ്രോപ്പർട്ടീസ് ഫോർ ദ സബ്സ്റ്റൻസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്. അവയുടെ സ്വഭാവങ്ങൾക്കും വ്യത്യാസം ഉണ്ടാവും. വെള്ളമായിരിക്കുമ്പോഴുള്ള പ്രത്യേകതയല്ല വെള്ളം ഐസാകുമ്പോഴും നീരാവിയാകുമ്പോഴും. ഇതെല്ലാം നിങ്ങൾ EVS പുസ്തകത്തിൽ ഇതിൻ്റെ കോമൺ പ്രോപ്പർട്ടീസ് എഴുതുക. ഇനി ലെറ്റ് us assess. Fix a small candle inside the lid of a bowl ice cream cup and light it. Can you get it burning when placed under the water in the container? Prepare an experiment note. ചിത്രത്തിൽ കാണുന്നത് പോലെ അറേഞ്ച് ചെയ്യുക. ഗ്ലാസിൻ്റെ ഉള്ളിലുള്ള എയർ തീരുന്നത് വരെ മെഴുകുതിരി കത്തുന്നതാണ്. Complete the concept map given below. Materials: solid, liquid, gas. ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? ഹാവ് ഷേപ്പ്, ഹാവ് വെയ്റ്റ്, സ്പേസ് നീഡഡ് ടു occupy. Liquids: no definite shape, have weight, space needed to occupy. Gas: no definite shape, have weight, space needed to occupy. Observe different material around you and understand their properties. Prepare a table by classifying them into solid, liquid, gas. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ളതിനെ ഒരു ടേബിൾ ഉണ്ടാക്കുക. നിങ്ങളുടെ സറൗണ്ടിങ്സിൽ കാണുന്ന മെറ്റീരിയൽസ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക. സോളിഡ്സിൽ വരുന്ന ലിസ്റ്റ് എങ്ങനെ ചെയ്യാം? സ്റ്റോണ്, ടേബിൾ, ചെയർ, ബുക്ക്, പ്ലേറ്റ്, ഗ്ലാസ്, ഇങ്ങനെ ഇതെല്ലാം എഴുതാം. ലിക്വിഡ്: മിൽക്ക്, കോക്കനട്ട് ഓയിൽ, വാട്ടർ, ഹണി, കെറോസിൻ, പെട്രോൾ. ദെൻ ഗ്യാസ്: ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, LPG, എയർ, ഹൈഡ്രജൻ, ഹീലിയം, നിയോൺ. ഇതെല്ലാം ഗ്യാസസ് ആണ്. ഇതൊക്കെ നമുക്ക് വലിയ ക്ലാസ്സിൽ ഈ ഗ്യാസിൻ്റെ പേരുകളൊക്കെ പഠിക്കാം. ഓക്കെ, ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു ഓൾ. കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ബെൽ ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.